പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ അവനോയിൻ്റ് ഫയർ മിനിസ്ട്രീസിൻ്റെ രക്ഷാധികാരികളായിരിക്കുന്ന ബെർണാഡ് ലോങ്ലി പിതാവിനെയും പിന്നെ സ്രാമ്പിക്ക പിതാവിനെയും തെയോഡോഷ്യസ് പിതാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഹെയിൽ മേരി, ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് thee. Blessed are thou amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. ഇരുന്നേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവർക്ക് മേടിച്ച് വാങ്ങിച്ച് മനസ്സിലാക്കാൻ, കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് വട്ടാഴ്ചൻ എഴുതിയ ഒരു പുസ്തകമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുടുംബ ജീവിത പരാജയവും പരിഹാരങ്ങളും. കുടുംബജീവിത പരാജയവും പരിഹാരങ്ങളും ബഹുമാനപ്പെട്ട വട്ടാഴ്ചൻ എഴുതിയ പുസ്തകമാണ്. ഇതിലൊത്തിരി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൻ്റെ ഭദ്രത കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ധ്യാനവും നിങ്ങൾ കൂടാൻ സാധിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് അച്ഛൻ ഇത്തരത്തിലുള്ളൊരു പുസ്തകം നിങ്ങൾക്ക് എഴുതി നിങ്ങളുടെ കരങ്ങളിലേക്ക് പുസ്തകത്തെ എത്തിക്കുന്നത്. ഇത് ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആണ്. കുടുംബജീവിത പരാജയവും പരിഹാരങ്ങളും. ഈ പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് ഇത് ധ്യാനിക്കുക, വായിക്കുക. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഏതാണ്ട് 11,000 കോപ്പീസ് ഓൾറെഡി ഇത് പ്രിൻ്റഡ് ആൻഡ് സോൾഡാണ്. നിങ്ങൾക്കിത് ബുക്ക് സ്റ്റോളിൽ നിന്ന് ലഭിക്കുന്നതാണ്. പുസ്തകത്തിൻ്റെ പേരാണ് കുടുംബ ജീവിത പരാജയവും പരിഹാരങ്ങളും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഹാപ്പിയാണോ? സന്തോഷമാണോ? ഇവിടെ ഇന്ന് ഇപ്പം ഇവിടെയുള്ളതിൽ ഞങ്ങൾക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്ന സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെ രാവിലെ വണ്ടി ഓടിച്ച് വന്നവരുണ്ട്. സ്കോട്ട്ലൻഡിൽ നിന്ന്, അല്ലെങ്കിൽ പല ദൂരദേശങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കഷ്ടപ്പാടെടുക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് കാണരുത്. കാരണം നമ്മളെടുക്കുന്ന കഷ്ടപ്പാട്, പ്രത്യേകിച്ച് ഈ ദേശത്ത് ഈ കാലഘട്ടത്തിൽ നമ്മളെടുക്കുന്ന കഷ്ടപ്പാട് നമ്മുടെ തന്നെ വിശ്വാസത്തിൻ്റെ ഭദ്രതയ്ക്കും അതോടൊപ്പം വരാനിരിക്കുന്ന തലമുറകളുടെ കുഞ്ഞുങ്ങളുടെ ഭദ്രതയ്ക്കും അത് കാരണമായിട്ട് മാറും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക്, കുദാശകളുടെ സ്വീകരണത്തിന് നമ്മൾ ഒത്തിരി സ്ഥാനം കൊടുക്കണം. പ്രിയപ്പെട്ട ഒരു അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ കുമ്പസാരിപ്പിക്കുവാനായിട്ട് വൈദികരുണ്ട്. അപ്പം നമ്മൾ തന്നെ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ കുമ്പസാരത്തിന് പോവാതിരിക്കുന്ന അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും മാസങ്ങൾ, വർഷങ്ങളൊക്കെ കുമ്പസാരിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ. അത് നമ്മളുടെ ജീവിതത്തിൽ അത് കാണിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിലുള്ള പാപബോധം പിശാച് എടുത്തു മാറ്റി. അതുകൊണ്ട് നമുക്ക് കുമ്പസാരിക്കാൻ തോന്നുന്നില്ല. കുറേ പേര് കുമ്പസാരിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാനായിട്ട് വൈദികർ അവിടെ ഉണ്ടാവും, അതല്ലെങ്കിൽ ധ്യാനത്തിന് പോകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൺവെൻഷനൊക്കെ വരും, അവരങ്ങ് തിരിച്ചു പോകും. പക്ഷെ കുമ്പസാരിക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ദൈവത്തെ ഒന്ന് വിളിച്ച് കർത്താവ് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഈ പാപബോധം പിശാച് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നതിനെല്ലാം മനുഷ്യർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് കുമ്പസാരിക്കേണ്ട, നാളെ കുമ്പസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ നീ ഇന്നലെ ഈ പാപം ചെയ്തല്ലേ, ഇന്നും കൂടെ നീ ചെയ്യുമായിരിക്കും, അതുകൊണ്ട് നീ ഇന്നും കുമ്പസാരിക്കേണ്ട. നാളെ കൂടെ നീ പാപം ചെയ്യുന്നതുകൊണ്ട് നീ അങ്ങനെ തന്നെ പൊയ്ക്കോ. നീ ഇല്ലെങ്കിൽ പാപം ചെയ്താൽ നീ നന്നാവത്തില്ല. ഇങ്ങനെയുള്ള പല മേഖലകളിൽ കൂടെ പിശാച് ഇങ്ങനെയുള്ള ഈ പാപബോധം നമ്മളിൽ നിന്ന് പശ്ചാത്താപത്തിൻ്റെ അരൂപി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മളെ തടയും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട റോമാക്കർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം, റോമാക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-24 വചനങ്ങൾ. റോമാക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വചനങ്ങളുടെ കർത്താവ് പറയുകയാണ്. വചനം ഉറക്കെ വായിച്ചേ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നിങ്ങൾ ഉറക്കൊന്ന് വായിച്ചേ,
ഉറക്കെന്ന് വായിച്ചേ. സാഹചര്യപ്പെടുത്തിട്ട് വായിച്ചതിനേക്കാൾ ഉറക്കെ വായിക്കണം. ഉറക്കെ വായിച്ചേ. സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ആ വചനം ഒന്ന് കാണിച്ചു ഒന്നുകൂടെ മോനെ നോക്കിക്കേ. യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഇതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്. അവിടുത്തെ കൃപ, നമ്മുടെ കൃപ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഒരു വൈദികന്റെ കൃപ കൊണ്ടല്ല, വൈദികന്റെ മിടുക്കൊണ്ടല്ല. ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നേടിയ രക്ഷ നമുക്ക് കൂദാശകളിലൂടെ കർത്താവ് നൽകുന്ന കൂദാശയാണ്. പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് കുമ്പസാരം. സൗജന്യമായിട്ട് നമുക്ക് നൽകുകയത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണമെങ്കിൽ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറക്കപ്പെടണം. കർത്താവേ എൻ്റെ ഹൃദയത്തെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ആ കുഞ്ഞിൻ്റെ അടുത്തോട് ചെല്ലുക. നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, കണ്ണുകളൊന്ന് അടച്ചു പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒന്ന് കണ്ണുകൾ അടച്ചു പിടിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കല്ലുപോലെ ആയിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, കർത്താവിനെ ഒന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, കുമ്പസാരം കൂദാശകളൊക്കെ നമുക്കിന്ന് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഒരു ശിലാഹൃദയം പോലെ ആയിരിക്കുക. ഈശോ എന്നെ ഒന്ന് സ്പർശിക്കണം കർത്താവേ, എന്നെ ഒന്ന് സ്പർശിക്കണം കർത്താവേ. ഈശോ ആഴമുള്ള അനുതാപം കർത്താവേ നീ എനിക്ക് തരണമേ കർത്താവേ. ഈശോയെ നോമ്പ് കാലത്ത് കർത്താവേ എനിക്ക് തെറ്റിപ്പോയ കുറവുകളുടെ മേഖലകൾ കർത്താവെ അനുദപിച്ച് കുമ്പസാരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിച്ചേ, ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതാപം നിറയട്ടെ, അനുതാപം നിറയട്ടെ, അനുതാപം നിറയട്ടെ, കൃപ നിറയട്ടെ. കർത്താവ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥ. പ്രിയപ്പെട്ടവരെ, പിശാച് ഈ കാലഘട്ടത്തിൽ നൽകുന്ന വലിയൊരു തിന്മയുടെ ഫലം എന്താണെന്നറിയാവോ? നമ്മൾ നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. എത്ര പാപത്തിൻ്റെ കൂമാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ പാപമേഖലകളെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഏത് വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും ആ പാപത്തെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്, ന്യായീകരിച്ചുകൊണ്ട് ആ പാപത്തിൽ തുടരുവാനായിട്ട് പിശാച് പ്രേരണ നൽകും. അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല, കുമ്പസാരിക്കാനും അനുഭവിക്കാനും സാധിക്കത്തില്ല. നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും കർത്താവ് ഈ അന്ത്യ അത്താഴം വിളമ്പുന്ന സമയമാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. കർത്താവ് പറയുകയാണ്, അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ എത്ര പേരവിടെ ഉണ്ട്? 12 പേരേ ഉള്ളൂ. ഈ 12 ശിഷ്യന്മാരെടുത്ത്, സ്ലീഹന്മാരെടുത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മർക്കോസിന് ശേഷം 14-ാമത്തെ അധ്യായം 18, 19 വചനങ്ങൾ വായിച്ചു നോക്കിയേ. 14-ാം അധ്യായം 18, 19 വചനങ്ങൾ വായിച്ചു നോക്കി, ഉറക്കെ വായിച്ചു നോക്കിയേ. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഒറ്റിക്കൊടുക്കും. ഇനി അടുത്ത വചനം, അവർ ദുഃഖിതരായി. അടുത്ത വചനം വായിച്ചു നോക്കിയേ. അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. 12 പേരേ ഉള്ളൂ. ഈ 12 പേരിൽ യൂദാസും ഉണ്ട്. ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ 12 പേരിൽ ഒരുവനായ യൂദാസും എന്ത് ചോദിച്ചു?
അത് ഞാനല്ലല്ലോ. പാപബോധമില്ല, പശ്ചാത്താപമില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിട്ട് കർത്താവിൻ്റെ അടുത്ത് അപ്പം സ്വീകരിച്ച്, പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. അനുതാപമില്ലാതെ കൂദാശകൾ സ്വീകരിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് പറയുന്നത് നിങ്ങളെ ഒറ്റിക്കൊടുക്കും, എന്നിട്ടും അത് കേട്ടിട്ടും അത് ഞാനല്ലല്ലോ എന്ന് യൂദാസും ചോദിച്ചു. ഈ ഒരു അവസ്ഥ, പാപബോധം ഇല്ലാത്ത അവസ്ഥ, നിനക്കൊരു കുറവില്ലെന്നേ, നിനക്കൊരു പ്രശ്നമില്ലെന്നേ, ഈ ഒരു അവസ്ഥ പിശാച് നമ്മളിലേക്ക് കൊണ്ടുവരും. അനുഭവിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ, കുമ്പസാരിക്കാൻ പറ്റത്തില്ല. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് അനുതാപം നൽകുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് മാരക പാപത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് സ്പർശിക്കേണ്ടത്. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണം പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണം പരിശുദ്ധാത്മാവേ. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ മേഖലകൾ, കർത്താവെ, വർഷങ്ങളായിട്ട് ഞാൻ പറയാതിരിക്കുന്ന പാപത്തിൻ്റെ മേഖലകൾ, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അനുതാപം വേണ്ട മേഖലകൾ, കർത്താവ് നീ എനിക്ക് കാണിച്ചു തരണം. കണ്ണുകൾ അടച്ച് കർത്താവെ, എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നീ ഒന്ന് ഇറങ്ങി വരണം. ആ ഗാനം നമ്മൾ ഒരിക്കൽ കൂടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവെ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ കർത്താവെ, ആഴമുള്ള അനുതാപം നൽകണമേ കർത്താവെ. ഈ റെഡിയോട് ചേർന്ന് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുന്നു. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. ആഗ്രഹിച്ച ഒരിക്കൽ കൂടെ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു മാനസവും തീർത്തരുൾകെന്നിൽ നാഥാ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകളുടെ സമയത്ത് വൈകുന്നേരം വരെ 3 മണി 4 മണി വരെയൊക്കെ വൈദികർ കുമ്പസാരിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ മാറ്റി വയ്ക്കരുത്. നിങ്ങൾ ഒരുങ്ങുക, എന്നിട്ട് പ്രേരണ കിട്ടുമ്പോൾ നിങ്ങൾ പോയിട്ട് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കുക. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ എന്നാണ് കർത്താവ് വചനത്തിലൂടെ ചോദിക്കുന്നത്. പാപം മറച്ചു വയ്ക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവന് 5 ദിവസത്തെ താമസമുള്ള ധ്യാനമാണ്. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടും മറ്റുള്ള എല്ലാവരും നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരൻ മാത്രം ഇങ്ങനെ താലാലാല പറഞ്ഞുകൊണ്ട് നടക്കുക. അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവനൊന്ന് കർത്താവിനെ വിളിക്കാൻ സാധിക്കുന്നില്ല. അവനിങ്ങനെ അവൻ്റെ ഒരു പ്രത്യേക ലോകത്തിൽ നടക്കുക. കുർബാന ശുശ്രൂഷ നടക്കുമ്പോൾ, പ്രാർത്ഥന നടക്കുമ്പോഴൊക്കെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കുറച്ചു നേരം ഹോളിലിരിക്കും, കുറച്ചു നേരം പുറത്തിരിക്കും. ഇങ്ങനെ പല അവസ്ഥയിൽ കൂടെ ഇവൻ നടന്നു പോകുമ്പോൾ ഒരു 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ഇവനെ വിളിച്ചു. എടാ ചെറുപ്പക്കാരാ, എന്താണ് നീ ഇങ്ങനെ ധ്യാനത്തിൻ്റെ 5 ദിവസത്തെ ധ്യാനത്തിന് 3 ദിവസം കഴിഞ്ഞിട്ടും ബാക്കിയുള്ള 100-300ഓളം പേര് നന്നായിട്ട് ധ്യാനിക്കുന്നുണ്ട്, ഇപ്പം മാത്രം ഇങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ വിളിച്ചു. ഞാൻ അവനെ മുറിയിലോട്ട് വിളിച്ചിട്ട് ഞാൻ അവരുടെ തിരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് നീ കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ കുമ്പസാരിച്ചു. എടാ നീ നന്നായിട്ട് കുമ്പസാരിച്ചോ? നന്നായിട്ട് കുമ്പസാരിച്ചോ എന്ന് വെച്ചാൽ കുമ്പസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ സ്റ്റോളൊക്കെ എടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പാപത്തിൻ്റെ മേഖലകൾ അവൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവന് കണ്ണുനീരോടുകൂടി അവൻ്റെ പാപങ്ങൾ തുറന്നു പറന്ന് കുമ്പസാരിക്കാൻ തുടങ്ങി. 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് അവനവൻ്റെ കുമ്പസാരം പൂർത്തിയാക്കി. കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൻ കണ്ണുനീരോട് കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, അച്ഛാ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവൻ കുമ്പസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 5 ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുരിശുരൂപമുണ്ട്. ഈ കുരിശുരൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അവസാന ദിവസം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പ്രാർത്ഥന ഞാൻ ഇപ്പോൾ, കർത്താവേ നിൻ്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവേ എന്നെ ഇനിയും പറിച്ചു വിടരുതേ എന്ന്. കർത്താവേ നിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഇനിയും പറിച്ചു വിടരുതേ എന്ന്. അതുവരെ അനുതാപമില്ലായിരുന്ന പ്രാർത്ഥനയായിരുന്ന വ്യക്തി നല്ലൊരു കുമ്പസാരം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നന്നായിട്ട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു കൃപയാണ്. നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഹൃദയം കഠിനമായി പോയി, പാപബോധം ഇല്ലാത്ത അവസ്ഥയെത്തി. അതുകൊണ്ട് നമ്മൾ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നില്ല, അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവസന്നിധിയിൽ അധിക സന്തോഷം ഉണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 15:10. അധിക സന്തോഷം, മറ്റു വലിയ സന്തോഷം, അധിക സന്തോഷം നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ട്. സ്വർഗത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ഒറ്റ പണിയുള്ളൂ. സ്വർഗത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ഒറ്റ പണി ചെയ്താൽ മതി. അനുദപിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു ഗാനം പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ബിനോൾഡ് സഹോദരനും ടീമും നമുക്ക് പാട്ടുകൾ പാടിത്തരും. നിങ്ങൾ പാട്ടുകളൊക്കെ ഉറക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. റെഡിയാണോ? ഉറക്കെ പറഞ്ഞേ റെഡിയാണോ? എങ്കിൽ നന്നായിട്ട് പാടിക്കുക. ബ്രദർ ഇപ്പോൾ പാടിത്തരുമ്പോൾ ശ്രദ്ധിച്ചോ. ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുറക്കലക്കുവരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എന്റെ പുറക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുറക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഈ പാട്ട് നിങ്ങൾക്കറിയാം അല്ലേ? നന്നായിട്ട് കരങ്ങളടിച്ച് ഇനി എഴുന്നേറ്റ് നിന്ന്. കുറെ പേര് പാട്ട് പാടുന്ന വെച്ചാൽ ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് പാട്ട് അറിയാം. നന്നായിട്ട് കരങ്ങളടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി. കർത്താവേ, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കർത്താവ് നീ വരണം. ഒരു വാക്കുകൊണ്ട് കർത്താവ് നിന്നെ സുഖപ്പെടുത്തണം. ആഗ്രഹിച്ച് നന്നായി കരങ്ങളടിച്ച് ഗാനത്തോട് ചേർന്ന് പാടി. എന്റെ പുറക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുറക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എല്ലാവരും ചേർന്ന് നന്നായി കരങ്ങളടിച്ച്, എല്ലാവരും നന്നായി കരങ്ങളടിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. കർത്താവിന്റെ ശരീരത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കർത്താവ് ഇതൊരു വാക്കുച്ചരിച്ചാൽ സൗഖ്യം പ്രാപിക്കും, അനുതാപം നിറയും, കർത്താവ് രോഗസൗഖ്യം ലഭിക്കും, തടസ്സങ്ങൾ മാറും, ബന്ധനങ്ങൾ പോകും. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം. ആഗ്രഹത്തോടുകൂടി ഗാനത്തോട് ചേർന്ന് പാടി. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരും. ചേർന്ന് പാടിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരും. ഒരിക്കൽ കൂടി ആവർത്തിച്ച്. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, വിശ്വാസത്തോടെ പാടിയേ. അധികാരത്തിൽ നിന്നെ പോരാരും. ഒന്നുകൂടി ആവർത്തിച്ച് വിശ്വാസത്തോടെ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ നീളം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ നീളം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്ത. കരങ്ങൾ ഉയർത്തി. ഒരു വാക്കു മതി എനിക്കത്
സന്തോഷത്തോടുകൂടി അടുത്ത തെറ്റുകാരെ നോക്കി പുഞ്ചിരിച്ച് സന്തോഷിച്ച് ഈശോയുടെ സ്നേഹം, സന്തോഷം കർത്താവെ അവരിലേക്ക് പകരണം, ഈ ദേശത്തിന് പകരണം, കുടുംബത്തിൽ പകരണം, ഈ വ്യക്തിക്ക് പകരണം. സന്തോഷത്തോടുകൂടി നന്നായി കരങ്ങളടിച്ച് പാടിയേ. എനിക്ക് പുകളാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെപ്പോൾ ശ്രേഷ്ഠൻ ആരും. ചേർന്ന് പാടിയേ. എനിക്ക് പുകളാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെപ്പോൾ ശ്രേഷ്ഠൻ മറ്റാരുമില്ലേ. എന്നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്തിരവകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എന്നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ പാപം മാറും, നീ പറഞ്ഞ ശാപം മാറും. നീ പറഞ്ഞ പാപം മാറും, നീ പറഞ്ഞ ശാപം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് യേശുവേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി ഉയർത്തിയടിച്ച് ഒരു വാക്കുമതി, ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി കരങ്ങൾ വീശി ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. എനിക്കത് മതിയേ. രണ്ട് കരങ്ങൾ ദൈവസ്ഥലത്തിലേക്ക് ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി കർത്താവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. അധരം തുറന്ന് സ്തുതിക്കട്ടെ, അധരം തുറന്ന് സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് കർത്താവിനെ വിളിക്കട്ടെ. ഹല 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 ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക, നാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. യേശു ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുന്നവരിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിൽ വസിക്കുന്നു. അധരം കൊണ്ട് കർത്താവിനെ വിളിക്കുക, മനസ്സുകൊണ്ട് കർത്താവിനെ വിളിക്കുക. അടുത്തുകൂടാതെ കർത്താവിനെ വിളിക്കുക, അടുത്തുകൂടാതെ കർത്താവിനെ വിളിക്കുക. ഒരു വാക്കുമതി കർത്താവേ, ഒരു വാക്കുമതി കർത്താവേ, ഒരു വാക്കുമതി കർത്താവേ, സുഖപ്പെടുത്തൽ കർത്താവേ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. കരങ്ങളടിച്ച് നന്നായി കരങ്ങളടിച്ച് ഒരു വാക്കുമതി എനിക്കത് മതിയേ. നന്നായി കരങ്ങളടിച്ച് ഒരു വാക്കുമതി എനിക്കത് മതിയേ. ശരീരത്തെ സമർപ്പിച്ച് ഒരു വാക്കുമതി ജീവിതത്തെ സമർപ്പിച്ച് ഒരു വാക്കുമതി കുടുംബത്തെ സമർപ്പിച്ച് എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. എനിക്കത് മതിയേ. എനിക്കത് മതിയേ. രണ്ട് കാര്യങ്ങളും ഒരിക്കൽ കൂടെ ദൈവസ്ഥിതിയിലേക്ക് ഉയർത്തി പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് കർത്താവിന്റെ ഇടപെടൽ ആവശ്യമുള്ളത്, ആ മേഖലകളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരിക്കൽ കൂടെ രക്ഷാകരമായ നാമത്തെ ഉറക്കെ വിളിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധരം തുറന്ന് കർത്താവിനെ വിളിക്കുക. കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാതെ യേശുവിന്റെ നാമത്തെ വിളിക്കുക. എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ. കർത്താവിന്റെ രോഗശൈലിയിലേക്ക് കർത്താവ് ഇറങ്ങി വരണമേ കർത്താവേ. കർത്താവിന്റെ മരവിച്ചോയ മനസ്സിലേക്ക് കർത്താവ് ഇറങ്ങി വരണമേ. അനുതാപം ആവശ്യമുള്ള കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. ജോലി മേഖലയിലേക്ക് കർത്താവ് ഇറങ്ങി വരണമേ. എന്റെ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരണമേ.
പ്രത്യേകിച്ച് ദശ ഇങ്ങനെ കയറിപ്പോയി വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഈ സമയം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. സ്തുതിച്ചോണ്ടിരിക്കുക എല്ലാവരും സ്തുതിക്കുക. മൂക്കിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്ന അങ്ങനത്തെ ഒരു പീഡ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്രദമായിട്ട് വെളിപ്പെടുത്തുന്നു. തലച്ചോറില് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് കൂടെ തലവേദന ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, ജോലി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഉറക്കം, ക്ഷീണം, ഇങ്ങനെയുള്ള പീഡയിൽ നിന്നൊരു വ്യക്തിക്ക് ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ വെളിപ്പെടുത്തുന്നു. ആഴമായ അനുതാപത്തോടുകൂടി കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ ആ നിമിഷം ഒരു 12 പേരിൽ കർത്താവിന്റെ ആത്മാവ് കുളിരുപോലെ ഇറങ്ങി ഒരു ആഴമായ കുമ്പസാരം നടത്തുവാൻ ദൈവം അനുവദിക്കുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും അത് പെട്ടെന്ന് തന്നെ അസിഡിറ്റി മൂലം പലതരത്തിലുള്ള രോഗത്തിന് കാരണമാകുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള പീഡയിൽ നിന്ന് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ ഹിപ്പ് തൊട്ട് താഴേക്ക് കാല് ശക്തമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന 6ഓളം വ്യക്തികൾക്ക് ഈശോ പരിപൂർണമായിട്ടുള്ള സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. ബുദ്ധി കൊണ്ട് മാത്രം ജീവിതത്തെ അളക്കുന്ന, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ അടക്കുന്ന ഏതാണ്ട് 14 വ്യക്തികൾക്ക് വിശ്വാസം നൽകി ഈശോ അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. എപ്പോഴും ഇങ്ങനെ തെറി പറയുക അല്ലെങ്കിൽ ദുഷിച്ച കാര്യങ്ങൾ മാത്രം പറയുന്ന അങ്ങനത്തെ പൈശാചിക പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു പീഡ യേശു എടുത്തു മാറ്റി അദ്ദേഹത്തെ തന്റെ യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ശക്തമായിട്ടുള്ള വൈരാഗ്യത്തിൽ മൂലം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനോ ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊക്കെ സാധിക്കാതിരിക്കുന്ന 9 വ്യക്തികൾക്ക് അത്തരത്തിലുള്ള പീഡകളിൽ നിന്ന് ഈശോ വിടുതൽ നൽകി ആഴമുള്ള ക്ഷമ നൽകി ഈശോ അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. UK വന്നിട്ട് വർഷങ്ങളേറെയായി ഒരു ഭവനം ഇതുവരെയും ഇല്ലാത്തതിന്റെ സങ്കടം ഇതുവരെയും സാധിച്ചിട്ടില്ല. ആ ഒരു കുടുംബത്തിന് കർത്താവ് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. കിടന്നുറങ്ങുമ്പോൾ ഭയം, അങ്ങനെയുള്ള പീഡയിൽ നിന്ന് പ്രത്യേകിച്ച് ഭയത്തിന്റെ അരൂപിയിൽ നിന്ന് 3 വ്യക്തികൾക്ക് ഈശോ ശക്തമായിട്ടുള്ള വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. സൈനസൈറ്റിസ് പീഡ അനുഭവിക്കുന്ന 2 വ്യക്തികൾക്ക് അത് ഏത് കാലാവസ്ഥയിലായെങ്കിലും എപ്പോഴും ആ ഒരു പ്രശ്നം നാളുകളായിട്ട് അതിനുവേണ്ടി പല മരുന്നുകൾ ഉപയോഗിക്കുന്നു. ആ 2 വ്യക്തികൾക്ക് ഈശോ പരിപൂർണമായിട്ടുള്ള സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. വൈദികരെയും സിസ്റ്റേഴ്സിനെയും മറ്റൊക്കെ കാണുമ്പോൾ അവരെ ദുഷിച്ചു പറയാൻ, തെറി പറയാൻ തോന്നുക. അങ്ങനെ ഒരു പീഡയിൽ നിന്ന് 2 വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കഴുകി വിശുദ്ധീകരിച്ച് പരിപൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. 3 പ്രാവശ്യം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള 2 വ്യക്തികളെ ഈശോ സ്പർശിക്കുന്നു. അതിന്റെ തടസ്സം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കും, പക്ഷെ ഒരിക്കലും ആ കുടുംബ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റാത്ത തരത്തിൽ കലഹവും വഴക്കുമായിരിക്കുന്ന 7ഓളം കുടുംബങ്ങളിൽ നിന്ന് ആ കലഹത്തിന്റെ അരൂപിയെ യേശു ബഹിഷ്കരിച്ച് ബന്ധിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ദൈവം ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരുന്നതായി പറയുന്നു. കരങ്ങളെ ശിരസിന് മുകളിലേക്ക് വെക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ, എൻ്റെ ജീവിതത്തെ കർത്താവെ കഴുകി വിശുദ്ധീകരിക്കണമേ. ചൊല്ലി തരുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ചിന്തകളെയും എൻ്റെ വികാരങ്ങളെയും എൻ്റെ വിചാരങ്ങളെയും എന്റെ ബോധ്യങ്ങളെയും എന്റെ ജോലി മേഖലകളെയും എന്റെ നേട്ടങ്ങളെയും എന്റെ കോട്ടങ്ങളെയും എന്റെ ശരീരത്തിന്റെ രോഗാവസ്ഥകളെയും എല്ലാ അവസ്ഥകളെയും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ചിന്തകളെ ഏറ്റെടുക്കണമേ,
ചിന്തകളെ ഏറ്റെടുക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്തുതിക്കുവാനും, അങ്ങയെ സ്തുതിക്കുവാനും, ആരാധിക്കുവാനും, അങ്ങയെ ആരാധിക്കുവാനും, എന്റെ ശരീരത്തെയും എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ മനസ്സിനെയും അങ്ങ് ഒരുക്കണമേ, അങ്ങ് ഒരുക്കണമേ, അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങ് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ കഴുകണമേ. എന്നെ കഴുകണമേ. കരങ്ങള് ശിരസിനോട് ചേർത്ത് വെച്ച് ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ തിരുഹൃദയം പോലെ ഹൃദയത്തെ മാറ്റണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തെ എന്റെ ഹൃദയത്തെ അറിയുന്ന, എന്റെ ഹൃദയത്തെ അറിയുന്ന നല്ല ദൈവമേ, നല്ല ദൈവമേ, അങ്ങയെ കുറിച്ച് ചിന്തിക്കുവാനോ, അങ്ങയെ കുറിച്ച് ചിന്തിക്കുവാനോ, വചനം പഠിക്കുവാനോ, വചനം പഠിക്കുവാനോ, ദൈവവിചാരത്തിലായിരിക്കുവാനോ, ദൈവവിചാരത്തിലായിരിക്കുവാനോ, എന്റെ മനസ്സിനെയോ, എന്റെ മനസ്സിനെയോ, എന്റെ ഹൃദയത്തെയോ ശല്യപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന മേഖലകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഒഴുകട്ടെ, തിരുരക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ഈശ്വരത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധി. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണം. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആഗ്രഹിച്ച് പാടുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആഗ്രഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. നമ്മുടെ ശരീരത്തെ സമർപ്പിച്ച് വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ. പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. സ്വരമുയർത്തി തുടിച്ച് പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, 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 ആരാധന. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരസ്പര സ്തുതി കൊടുത്തതിന് ശേഷം ഇരിക്കുക. ഇരിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് നിങ്ങൾക്ക് സ്പിരിച്വൽ ഷെയറിങ്ങിനും കുമ്പസാരിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. സാക്ഷ്യം പറയേണ്ടവർ ഈ സമയത്ത് നിങ്ങൾ അതിനുള്ള ഡെസ്കിൽ ചെന്ന് ഇവിടെ പൊതുവായിട്ട് സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് കടന്നു വരിക. നമ്മളിപ്പോൾ ഒരു വചന ശുശ്രൂഷയിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു വൈദികൻ എന്ന നിലയിൽ, അതല്ലെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പലരും വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അച്ഛാ, എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ടും, അച്ഛാ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വേദനകൾ, സഹനങ്ങൾ ഉണ്ടാവുന്നത്? ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും
എന്തുകൊണ്ട് ഈ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? നമ്മുടെ ഒക്കെയുള്ള ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിലുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മദ്യപാനം അല്ലെങ്കിൽ പലതരത്തിലുള്ള ദുശാഠ്യങ്ങൾ, ദുശീലങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല? ഈ സഹനം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നു? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അവസ്ഥകളിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസി, ഒരു വിശ്വാസി, ക്രിസ്തീയ വിശ്വാസി എപ്രകാരം സഹനത്തെ കാണണമെന്ന് നമ്മൾ മറ്റാരിലേക്കും നോക്കേണ്ടതില്ല. ദാ ഇങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി. മറ്റാരും തരുന്ന ഉത്തരം നിങ്ങൾ സ്വീകരിക്കേണ്ട. ഒരു വിശ്വാസി എങ്ങനെ സഹനത്തെ കാണണമെന്നുള്ള ഉത്തരമാണ് കുരിശേൽ കിടക്കുന്ന യേശുക്രിസ്തു. ഇതിനേക്കാളും വലിയൊരു ഉത്തരം നമുക്കിനി ആരും തരുവാനും പറയുവാനും മനസ്സിലാക്കുവാനും ഇല്ല. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുരിശില് കിടക്കാത്ത ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത്. കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, വിശ്വാസ ജീവിതത്തിലായിക്കോട്ടെ, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് കാണുമ്പോൾ മാത്രമേ അതിനുത്തരം കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ മറ്റു വ്യക്തികളെ പോലെ തന്നെ, നിരീശ്വരവാദികളെ പോലെയൊക്കെ നമ്മൾ സംസാരിക്കുവാനായിട്ട് തുടങ്ങും. ഒരു ചെറുപ്പക്കാരന് ഒരിക്കലും പറഞ്ഞു, ഞാൻ ഒരു വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിമാനം പെട്ടെന്ന് തന്നെ ഒരു അപകടത്തിൽ പെട്ടു. പക്ഷെ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെട്ടു. ആ അപകടം ചെറുതായിട്ടൊന്നും ശരിക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇത് ഒരു വിശ്വാസിയുടെ ഒരു പ്രാർത്ഥനയാണ്, ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഒരു അപകടമുണ്ടായി, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇത് കേട്ട ഒരു നിരീശ്വരവാദി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വേദന, ഈ പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നു? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിന്ന് സഹനത്തെയും വേദനയെയും ഒരു നിരീശ്വരവാദിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സഹനം നിന്റെ ജീവിതത്തിൽ വന്നു? ദൈവമുണ്ടെങ്കിൽ ഈ രോഗം നിന്റെ ജീവിതത്തിൽ എന്തിനു വന്നു? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരു സഹോദരിയെ നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് നാട്ടിലേക്ക് അവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അയച്ചു. സുരഭി എന്നാണ് ആ സഹോദരിയുടെ പേര്. ഭർത്താവും കുടുംബവും വർഷങ്ങളായിട്ട് ഇവിടെ നമ്മൾ സഹ്യോൻ ശുശ്രൂഷകൾ ആരംഭിച്ച ആ കാലഘട്ടം മുതൽ തന്നെ, പ്രത്യേകിച്ച് താഴെ കെൻ്റ് ആ ഭാഗത്തു നിന്നൊക്കെ അനേകം വ്യക്തികളെ, കുടുംബങ്ങളെ കോച്ചുകളിലും കുട്ടികളെയും ശുശ്രൂഷയിലൊക്കെ സഹായിച്ച് അങ്ങനെ കുട്ടികളെയൊക്കെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഒത്തിരിയേറെ മുൻകൈ എടുത്തു. അവരിലൂടെ 100 കണക്കിന് 1000 പേര് ഇവിടെ വന്ന് ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ 10, 40, 50 വയസ്സിനിടയ്ക്ക് തന്നെ ആ സഹോദരിക്ക് ശക്തമായിട്ടുള്ള ക്യാൻസറിൻ്റെ തന്നെ ഫൈനൽ സ്റ്റേജിലെത്തി. അവസാനം അത് ഏറ്റവും വേഴ്സായിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പലരും ചെന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ, ഡോക്ടർമാർ പോലും ഇനിയും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലും ഈ സഹോദരി ചിരിച്ചുകൊണ്ട് ഇതിനെ ഫേസ് ചെയ്യുന്നത്, നമ്മളൊക്കെ വിഷമിച്ച് ആ സഹോദരിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ സഹോദരി നമ്മളെപ്പോലും ശക്തിപ്പെടുത്തക്ക രീതിയിൽ അതിനെ കാണുമ്പോൾ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്.
നമ്മുടെ പല പല ശുശ്രൂഷകരും അവിടെ പോയി പട്ടാഴ്ച എല്ലാവരും പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഈ സഹനം, ഈ രോഗം ചിലപ്പോൾ അതെന്താ തീരുമാനം എനിക്കറിയത്തില്ല, പക്ഷെ ഈ സഹനം ലഭിക്കുന്നതിന് മുൻപേ തന്നെ കർത്താവിലുള്ള ആഴമുള്ള വിശ്വാസം അതെനിക്ക് കർത്താവ് നൽകി. ഈ സഹനത്തെ പ്രത്യാശപൂർവം കാണുവാനുള്ള ആഴമുള്ള വിശ്വാസം കർത്താവ് എനിക്ക് നൽകി. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല, എന്ത് സംഭവിച്ചാലും എനിക്ക് വിഷമമില്ല. ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്, ഇതൊരു വിശ്വാസിയുടെ പ്രത്യാശയാണ്. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഒരു ക്രിസ്തീയ വിശ്വാസി എപ്രകാരമായിരിക്കണമെന്ന് ഒരു സ്പാനിഷ് എക്സോസിസ്റ്റ് ആയിട്ടുള്ള ഫാദർ ഗുവൻ ഗോസ് കൊളോഗ് എന്ന് പറയുന്ന ഒരു അച്ഛൻ, അദ്ദേഹം 1000-ലധികം ഭൂതോച്ചാടനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വൈദികനാണ്. ബാഴ്സലോണിയ ആർച്ച് ഡയസിസിലെ സ്പെയിനിലത്തെ ബാഴ്സലോണിയ ആർച്ച് ഡയസിസിലുള്ള ഒരു വൈദ്യനാണ്. അദ്ദേഹം ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, സഹനമില്ലാത്ത ജീവിതം സ്വപ്നം കാണാനും അങ്ങനെ ജീവിക്കുവാൻ കൊതി നൽകുവാനും പിശാചിന് സാധിക്കും. അദ്ദേഹം ഭൂതോച്ചാടനാണ് ഈ വൈദികൻ. അപ്പം അദ്ദേഹം ഇപ്രകാരം ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, സഹനമില്ലാത്ത ജീവിതം സ്വപ്നം കാണാനും അങ്ങനെ ജീവിക്കുവാൻ കൊതി നൽകുവാനും പിശാചിന് സാധിക്കും. ഇതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിൽ നമ്മൾ കാണുന്നത്. സഹിക്കേണ്ട കാര്യമില്ല, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, നിനക്ക് രാജാവായിട്ട് ജീവിക്കാം. നമ്മൾ 3 പരീക്ഷകളെക്കുറിച്ച്, കർത്താവിൻ്റെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുകയാണ്, സഹനമില്ലാത്ത ജീവിതം സ്വപ്നം കാണുവാനും അങ്ങനെ ജീവിക്കുവാനും കൊതി നൽകുവാനും പിശാചിന് സാധിക്കും. സഹിക്കുന്ന മനുഷ്യരെ പിശാചിന് ഭയമാണ്. ഇതൊരു ഭൂതോച്ചാടകനായിട്ടുള്ള എക്സോസിസ്റ്റ് ആയിട്ടുള്ള വൈദികൻ്റെ വാക്കുകളാണ്. 1000-ലധികം എക്സോസിസ്റ്റ് നടത്തിയിട്ടുള്ള വൈദികൻ പറയുക, സഹിക്കുന്ന വിശ്വാസിയെ പിശാചിന് ഭയമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ പീഡാനുസഹനത്തിന് മുമ്പ് ഗത്സമനിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും അവിടെ അതിന് ആ സമയത്ത് പോലും പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കാനുള്ള കാരണം എന്താണ്? സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകരക്ഷകനായിട്ടുള്ള ഈ രക്ഷ അതെല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് സഹിക്കുന്ന മനുഷ്യരെ പിശാചിന് ഭയമാണ്. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത അദ്ദേഹം പിന്നെയും പറയുകയാണ്, മാത്രമല്ല അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയും ദുഃഖവും വന്ന് തങ്ങളുടെ ജീവിതത്തിൽ പിശാച് കടന്നുകൂടിയോ എന്ന് ഭയന്ന് ഭൂതോച്ചാടനത്തിന് വരുന്നവരുമുണ്ടെന്ന് അദ്ദേഹം പറയുക. എന്നാൽ ഭയവും അങ്ങനെയുള്ള ആകുലതയൊക്കെ ജീവിതത്തിലോട്ട് കൊടുത്തു വിട്ടിട്ട് അത് ഇതിൻ്റെ ഫലമാണെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ വരുന്നവരുണ്ട്. അദ്ദേഹം പിന്നീട് പറയുകയാണ്, പിശാച് ചുറ്റും നോക്കുന്ന മറ്റൊരു മേഖലയാണ് സഹനങ്ങളിൽ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിരാശയും ദുഃഖവും മൂലം ദൈവത്തെ പഴി പറയുവാനും മറ്റു മാർഗങ്ങളിലൂടെ സഹനങ്ങളെ അതിജീവിക്കുവാനും മനുഷ്യൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹനത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം, അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ജോബിൻ്റെ പുസ്തകം. നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ വായിച്ചു നോക്കേണ്ട പുസ്തകമാണ്. ഒരു കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, പക്ഷേ ജീവിതത്തിലുണ്ടായിരുന്ന സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ അറിവോടുകൂടി എടുത്തു മാറ്റപ്പെടുകയാണ്. രോഗം വരുന്നു, കൂട്ടുകാർ തള്ളിപ്പറയുന്നു, ഭാര്യ തള്ളിപ്പറയുന്നു, മക്കൾ മരിക്കുന്നു, സമ്പത്ത് പോകുന്നു, രോഗാവസ്ഥയാവുന്നു, ചാരത്തിലിരിക്കുന്നു, പുഴുക്കൾ വരുന്നു. എത്രത്തോളം സഹിക്കാമോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, എത്രത്തോളം സഹനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാമോ അതിൻ്റെ ഏറ്റവും വലിയ കണ്ണിയായിട്ട് ജോബിനെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ ആ മനുഷ്യനിലുണ്ടായിരുന്ന ഒരു വലിയ കൃപ എന്താണ്? ഈ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ തൻ്റെ സഹനത്തിൽ തള്ളിപ്പറയുന്നില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ഈ എക്സോസിസ്റ്റ് പറയുകയാണ്, നിരാശയും ദുഃഖവും മൂലം ദൈവത്തെ പഴി പറയുവാനും മറ്റു മാർഗങ്ങളിലൂടെ സഹനങ്ങളെ അതിജീവിക്കുവാനും മനുഷ്യൻ ശ്രമിക്കുന്നു. നമുക്കൊരു സഹനോ വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ, ഞാൻ തുറന്നു പറയുക, മലയാളികളുടെ ഇടയിൽ വിവാഹമോചനങ്ങൾ
കൂടി വരികയാണ്. അതിനെ ഒന്നും കൂടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ, പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ ജീവിതത്തിൽ വിവാഹമോചനങ്ങൾ കൂടി വരികയാണ്. കാരണം എന്താണെന്നറിയാവോ? സഹിക്കുവാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു മനക്കരുത്ത് ദൈവം നൽകിയിട്ടില്ല. ഇല്ലെങ്കിൽ നൽകിയിട്ടില്ലെന്നല്ല, നമ്മൾ സ്വീകരിച്ചിട്ടില്ല. എളുപ്പ വഴികളിലൂടെ, ഷോർട്ട് കട്ടിലൂടെ കുടുംബജീവിതം നയിക്കുവാനായിട്ട് പല വ്യക്തികളും താല്പര്യം കാണിക്കുന്നുണ്ട്. പിശാച് ജയിക്കുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ഇല്ലെങ്കിൽ ഒറ്റയായിട്ട് രണ്ടായിട്ട് മാറി, കുഞ്ഞുങ്ങളും അങ്ങനെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് സഹനത്തെ നമ്മൾ കാണുന്നതിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. നിരാശയും ദുഃഖവും സഹനവും ഒക്കെ ജീവിതത്തിലോട്ട് പല അവസ്ഥകളിൽ കടന്നു വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? അദ്ദേഹം പറയുകയാണ്, നിരാശയും ദുഃഖവും മൂലം ദൈവത്തെ പഴി പറയുക, മറ്റു മാർഗങ്ങളിലൂടെ സഹനത്തെ അതിജീവിക്കുക. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ അദ്ദേഹം പറയുകയാണ്, താൽക്കാലിക ആശ്വാസങ്ങൾ നൽകുന്നത് പിശാചാണെങ്കിലും മനുഷ്യർ ചിലപ്പോൾ വേദനയെ ഭയന്ന് അതിനെ സ്വീകരിക്കുന്നു. ഇത് വലിയ ബന്ധനങ്ങൾക്ക് കാരണമാകുന്നു. എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പോംവഴികളിലൂടെ നമ്മൾ എന്തെങ്കിലും സഹനം വേദന ഉണ്ടാകുമ്പോൾ നമ്മളതിനെ ഇല്ലാതെയാക്കും. പക്ഷെ അതിനേക്കാളും വലിയ പാപത്തിലേക്ക്, തിന്മകളിലേക്ക് മനുഷ്യർ പോയിട്ട് മാറും. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ, പല കുടുംബങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ പറയും, ഇനി ഞാൻ നിൻ്റെ കൂടെ ഇല്ല, ഇറങ്ങിപ്പുറകും. ഭാര്യയും ഭർത്താവും രണ്ടായിട്ടും ഇറങ്ങിപ്പോവും. എന്തിനു വേണ്ടിയാണ് വിചാരിക്കുന്നത്? സന്തോഷ സുഖം ഉണ്ടാകാൻ വേണ്ടി. ഭർത്താവിനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഭാര്യയൊന്നും കുട്ടികളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. എന്തായി? 1-2 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിനേക്കാളും വലിയ പാപത്തിൻ്റെ മേഖലകളിലേക്ക് പിശാച് ഈ കുടുംബങ്ങളിലുണ്ടായിരുന്ന വ്യക്തികളെ, ദമ്പതികളെ എത്തിക്കും. മദ്യപാനം, മറ്റു തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ, അവിഹിത വേഴ്ചകൾ, എല്ലാം കുടുംബത്തിലെ വ്യക്തികൾ ഇങ്ങനെയുള്ള വിവാഹ ജീവിതത്തിലോ ബന്ധങ്ങളിലായിരുന്ന വ്യക്തികളിലേക്ക് പിന്നീട് കടന്നു വരുന്നതിന് പിശാച് ഇത്തരത്തിലുള്ള സഹനങ്ങളെ നമ്മൾ പ്രതികരിക്കുന്നതിലൂടെ അത് പിശാച് ഒരു വഴിയാക്കി കാണിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് സഹനത്തിൻ്റെ മേഖലയും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏത് നൊമ്പരത്തിൻ്റെ മേഖലയും ആയിക്കോട്ടെ, അതിന് കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ സഹനത്തിൻ്റെ മേഖലയെ ക്രിസ്തുവിലൂടെ നമ്മൾ കാണും. നിങ്ങൾ ഈ ഗൂഗിളിൻ്റെ CEO ആയിരിക്കുന്ന സുന്ദർരാജ് പിച്ചെ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം അദ്ദേഹം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ, നിങ്ങൾക്കറിയാം, ഭാര്യമാരും ഭർത്താക്കന്മാരുടെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോകണം. അപ്പം ഭാര്യ എടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന്, അമേരിക്കയിലാണ്, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ 8 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ആ സ്ഥലത്ത് ഒരു പാർട്ടിയുണ്ട്, അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഭാര്യ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഇദ്ദേഹം 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോയി. അങ്ങനെ അദ്ദേഹം എത്തുമ്പോഴത്തേക്കും 8-9 മണിയായി. ഭാര്യ അദ്ദേഹത്തെ എടുത്തിട്ട് കുടഞ്ഞു. കുടുംബജീവിതമല്ല, എടുത്തിട്ട് കുടഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ്. 2004 അദ്ദേഹം പറഞ്ഞൊരു ഇൻ്റർവ്യൂ ചെയ്ത് അദ്ദേഹം ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം ചിന്തിച്ചു, അതിന് വഴിതെറ്റി പോകാനുള്ള കാരണം അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, ഇവിടെയൊക്കെ UK നിങ്ങൾക്കറിയാം, ആദ്യകാലങ്ങളിൽ വന്ന് നിങ്ങൾക്കറിയാം, പണ്ട് ഇവിടെ മാപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭർത്താവ് ഇവിടെ വണ്ടി ഓടിക്കാനിരിക്കും, ഭാര്യ എന്ത് ചെയ്യും? ഭാര്യ ഇവിടെ മാപ്പ് നോക്കിയിരിക്കും, ഇനി റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പേപ്പറാണ്. ഇപ്പോൾ ഒന്ന് തലമുറക്കൊന്നും അറിയത്തില്ല. പക്ഷേ പണ്ടിങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ഈ റൗണ്ട് അപ്പോട്ട് സെക്കൻഡ് ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ മാപ്പ് നോക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു സഹനത്തിലൂടെ നമ്മളിന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകൾ കർത്താവ് കാണിച്ചു തരും. അതിനെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പ്രധാനപ്പെട്ട കാറ്റഗിസമത്തെ കാത്തിരിച്ച സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആദ്യ പാപത്തെക്കുറിച്ച് പറയുന്നിടത്താണ് സഹനത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ക്രിസ്തു ആദാമിൻ്റെ അനുസരണക്കേടിന് വളരെയധികം പ്രാശ്ചിത്യം ചെയ്യുന്നു. നമുക്ക് പങ്കുചേരുവാൻ കഴിയുന്ന
അവൻ്റെ വീണ്ടെടുപ്പ് ആ ഭാഗത്ത് സജീവമായി പങ്കെടുക്കാൻ ക്രിസ്തു ഉദ്ദേശിക്കുന്നു. അതായത് പാപം മൂലമുള്ള താൽക്കാലിക ശിക്ഷയുടെ കടത്തിൽ നിന്ന് സഹനത്തിലൂടെ നമുക്ക് വിടുതൽ നൽകുന്നു. സഹനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരം 388 ഖണ്ഡികയിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സഹനത്തോട് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല വിശ്വാസത്തിൻ്റെ മേഖലകളും നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സഹനത്തെ നമ്മൾ അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ നിരീശ്വരവാദികളെ പോലെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. നിരീശ്വരവാദികൾ ചോദിക്കും, അത് ചെയ്താൽ എന്താ പ്രശ്നം? അബോർഷൻ ചെയ്താൽ എന്താ പ്രശ്നം? വൃദ്ധരെയും മാതാം അവരെയൊക്കെ എന്തിനാ സൂക്ഷിക്കേണ്ട കാര്യം? ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല, സഹിക്കാൻ പറ്റത്തില്ല. ചേച്ചി ഒരു കുട്ടി ജനിക്കാനായിട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുമല്ലോ, സ്കാനിങ് പരിപാടിയൊക്കെ. അപ്പോൾ കുട്ടിക്ക് ഡൗൺ സ്ട്രീം ഉണ്ടെങ്കിൽ അവർ പറയും, എന്ത് പറയും? നോ, കുട്ടി വേണ്ടാന്ന് പറയും, സഹനമാണ് വേണ്ടാന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? സഹിക്കാൻ പറ്റാത്ത മാതാപിതാക്കളെ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ശുശ്രൂഷകന് ഇതുപോലെ തന്നെ ഒരിക്കൽ എന്താ പരിപാടി സ്കാനിങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, അവർക്ക് 4 കുട്ടികളുണ്ട് ഇവിടെയുള്ള. അദ്ദേഹം പറഞ്ഞു ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു, നോ യു ഹാവ് ടു എന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇവരൊന്ന് ചിരിക്കാൻ പറഞ്ഞു സന്തോഷത്തോടുകൂടി. അവർ സന്തോഷത്തോടുകൂടി ആ കുട്ടിയെ സ്വീകരിച്ചു. അന്ന് ഈ കുട്ടി ഇവിടെയുണ്ട്, ഇപ്പോൾ ഈ കുട്ടി ഇവിടെയുണ്ട്, അനീഷ് ആൻഡ് ഫാമിലി. എന്നാൽ കുട്ടിയെ സ്വീകരിച്ചു. അവർ പറയണ, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ അവർ ഫാമിലി, ഹീസ് എ ബ്ലെസ്സിങ് ഫോർ അവർ ഫാമിലി. കുഞ്ഞ് ജനിച്ചപ്പോൾ അങ്ങനെ തന്നെ ജനിച്ച, പക്ഷേ സ്റ്റിൽ സഹനത്തെ അവർ സ്വീകരിക്കുക, ആ കുടുംബം സ്വീകരിക്കുക. സഹനമല്ലത്, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ആ കുടുംബത്തിലേക്ക് ആ കുടുംബം സ്വീകരിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് എളുപ്പ വഴികളിലൂടെ ഒരു വിശ്വാസി എന്ന പേരിൽ പലരും ഇന്ന് സഹനത്തെ, വേദനയെ ജീവിതത്തിൽ നിന്ന് അബോർട്ട് ചെയ്യുവാണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പല ഗർഭചിത്രങ്ങള്, പല ഭ്രൂണകൃത്തികള്, ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? കാരണങ്ങൾ വേറെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഹനങ്ങളെ നമ്മൾ അബോർട്ട് ചെയ്യുന്നുണ്ട്, വേദനകളെ നമ്മൾ അബോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ട, ആ ബന്ധം വേണ്ട, അതുകൊണ്ട് എനിക്ക് വേണ്ട. പല വ്യക്തികളെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ? എന്തുകൊണ്ടാ? സഹിക്കാൻ പറ്റുന്നില്ല. പല വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, കാണാൻ പോകുന്നില്ല. അബോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുക ഇപ്പം അവരെയൊക്കെ. ബന്ധങ്ങളിലുള്ള അബോർഷൻ സഹിക്കാൻ പറ്റുന്നില്ല അവരെ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിശ്വാസിയാണെന്ന് നമ്മൾ പറയും, പക്ഷെ കർത്താവിൻ്റെ ഈ സഹനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഒരു നിരീശ്വരവാദിയെ പോലെ ഒരു വിശ്വാസിയാണെന്ന് പറയുന്നതാണോ? സഹനത്തെ കാണുന്നതാണോ? അതോ ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എനിക്ക് എന്ത് തന്നാലും കർത്താവ് തന്നു, കർത്താവ് എടുത്തു എന്ന് പറയുന്ന ജോബിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 18 മുതൽ 18 എടുത്തേക്ക്. 1 Corinthians chapter 1 verse 18 എടുത്ത് നോക്കിയേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. നോക്കിക്കേ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തെ വിശ്വാസത്തിലൂടെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇതിനൊക്കെ അർത്ഥമുണ്ടാവത്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു വിശുദ്ധയാണ് വിശുദ്ധ റീത്ത. വിശുദ്ധ റീത്തയുടെ ജീവിതത്തിൽ ഭർത്താവ് ഫെഡിനാൻഡോ ഭയങ്കരമായുള്ള കള്ളുകൂടിയനാണ്. പക്ഷെ ആ കള്ളുകൂടിയൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കുരിശേൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയായിരുന്നു റീത്ത. എല്ലാ ദിവസവും കുരിശെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സഹനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവൾ വിശുദ്ധിയായിട്ട് മാറിയത്. അവളൊരു കുടുംബിനിയായിരുന്നു. ഭർത്താവ് മൂക്കറ്റം കുടിക്കും, ചൂതാട്ടം, ബാക്കിയുള്ള എല്ലാ തിന്മകളും ഉണ്ട്. കുടുംബ പ്രാർത്ഥനയില്ല, വിശ്വാസത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ഭാര്യ റീത്ത ഒരു കുരിശേൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സഹനത്തെ വിശ്വാസത്തിൽ കണ്ട് കർത്താവിന് സമർപ്പിക്കുമായിരുന്നു.
അതുകൊണ്ട് അവൾ വിശുദ്ധിയായിട്ട് മാറിയത്. വചനം പറയുക പ്രിയപ്പെട്ടവരെ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനം, കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാത്തിനെയും നമ്മൾ തള്ളിക്കളയും. ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. ഒരു നിരീശ്വരവാദി ഒരിക്കലും പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, പള്ളിയിൽ നല്ല കുരിശുണ്ട്. കുരിശ് കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്ലസ് സൈൻ വെച്ചിരിക്കുന്നത്? ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അവിടെ നടുവിൽ ഒരു പ്ലസ് സൈൻ വെച്ചിരിക്കുന്നത്? മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വാസിയാണെന്ന് നമ്മൾ പറയും, പക്ഷെ കുരിശിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിശ്വാസിയാണെന്ന് നമ്മൾ പറയും, പക്ഷെ കുരിശിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഇടതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, രണ്ട് കരങ്ങളും വീശി പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹത്തെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ റോമിലെ കൊളോസിയസിൽ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെ സിംഹങ്ങൾക്ക് തീറ്റയായിട്ട് അദ്ദേഹത്തെ ഇട്ടുകൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്, കർത്താവിന് ബലിയർപ്പിക്കുവാനുള്ള അപ്പമായി തീരുവാനായിട്ട് മില്ലിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ കൊളോസിയത്തിൽ സിംഹങ്ങൾ ഭക്ഷണം കൊടുക്കാതിട്ടിരിക്കുന്ന ഈ സിംഹത്തിന് മുമ്പിലേക്ക് ക്രിസ്ത്യാനികൾ എറിഞ്ഞു കൊടുക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ. കൊളോസിയത്തിൽ നിങ്ങൾ റോമിൽ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഇഗ്നേഷ്യസ് പറയുകയാണ്, എന്നെ കർത്താവിൻ്റെ അപ്പമായി തീരേണ്ട ആ മില്ലിലേക്ക് എന്നെ പൊടിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണെന്ന്. തോമസ് മൂറിനെ വെട്ടുവാനായിട്ട് ഇങ്ങനെ ആരാച്ചാരം ഇങ്ങനെ നിൽക്കുമ്പോൾ തോമസ് മൂർ പതുക്കെ ഈ താടി ഇങ്ങോട്ട് പിടിച്ച് മാറ്റി വെക്കും. എന്നിട്ട് പറയും, എൻ്റെ താടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് താടിയെ വെട്ടരുത്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ, സഹനത്തെ ഇങ്ങനെയൊക്കെ കാണണമെങ്കിലേ വിശ്വാസം വേണം. കർത്താവിനുള്ള വിശ്വാസം ആഴപ്പെടണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പറയുന്ന ഏത് വലിയ സഹനവും ഏത് വലിയ പ്രസ്ഥാനവും കർത്താവിൻ്റെ മുമ്പിൽ സീറോയാ. നമ്മളിന്ന് ഒരടി കിട്ടുമ്പോൾ, ഒരു തെറി കേൾക്കുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെയൊക്കെ വലുതായിട്ട് പറയും. പക്ഷേ എത്രയോ അടികൾ, നിങ്ങളിത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നോമ്പുകാലത്ത് നമ്മൾ കാണും. ഞാൻ സത്യം പറയുക, ഇതുവരെ ആ സിനിമ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എത്ര വർഷം എന്നറിയാവോ? ഞാനത് ഓണാക്കി വെക്കും, ഒരു പ്രാവശ്യമെങ്കിലും കാണുവാനും, പക്ഷെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതിനു മുമ്പ് ഞാനത് ഷട്ട് ഡൗൺ ചെയ്യും. ഒരു ദൈവപുത്രൻ്റെ വേദന, ശാരീരിക പീഡ 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ മെൽ ഗിബ്സൺ അദ്ദേഹം ചലച്ചിത്രത്തിലൂടെ കാണിക്കുമ്പോൾ അത് ഒരു ശാരീരികമായുള്ള പീഡയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ, യേശുക്രിസ്തു എന്ന മനുഷ്യപുത്രൻ മനസ്സിൽ സഹിച്ച വേദന നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടിരുന്ന അവരെല്ലാവരും ഓടിപ്പോയി. നഗ്നനായിട്ട് നിൽക്കുന്ന അവസ്ഥ, എല്ലാവരും ദുഷിപ്പിക്കപ്പെടുന്ന അവസ്ഥ, നീ രാജാവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന അവസ്ഥ, തുപ്പൽ കൊണ്ട് മുഖം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. നമുക്ക് ചിന്തിക്കാവുന്നതിന് 10 ഇരട്ടി 20 ഇരട്ടി 100 ഇരട്ടി സഹനത്തിൽ നിൽക്കുന്ന യേശു ക്രിസ്തു. അതിനോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സഹനം പ്രിയപ്പെട്ടവരെ എന്താ ഇത്? അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ഒരു ക്രിസ്തുവിനെ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഈ സഹനത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു ക്രിസ്തുവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് കാണുന്ന ഏത് വലിയ മനോഹരം നിറഞ്ഞ വലിയ വസ്തുവും അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള എത്ര വലിയ സഹനവും വേദനയും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഈ ഭൂമി ഇത്രയും വൃത്തിയായിട്ട് മനോഹരമായിട്ട് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ, ആ ഭൂമിക്കുള്ളിൽ നമ്മളൊരു നെക്ലേസ് ഉണ്ടാക്കിയിട്ട് പറയാണ് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ പറയും ഒരു നെക്ലേസോ അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് പറയില്ലേ പൂവ് ഉണ്ടാക്കി, നമ്മൾ പറയുകയാണ് ഈ പൂവ് വളരെ നല്ലതാ. പക്ഷെ ഈ ഭൂമി തന്നെ പൂർണ്ണമായിട്ടും നല്ലതാണെന്നേ. അതുണ്ടാക്കിയതാരാ? കർത്താവ്. നമ്മൾ പറയുകയാണ് ഈ സഹനം വലുതാണ്,
പക്ഷെ അതിനേക്കാളും വലിയ സഹനം, ഈ ലോകത്തിൻ്റെ തന്നെ സഹനം കണ്ടുകൊണ്ടാണ് ദൈവപുത്രനെ ദൈവം നമുക്ക് നൽകിയത്. അതിനൊരു സഹനമുണ്ടെന്നേ. തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്. നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഇതൊരു സിമ്പിൾ കാര്യമല്ലെന്നേ, ഒരു സിമ്പിൾ കാര്യമല്ല. ഒരച്ഛനാവാനായിട്ട്, ഒരു വൈദികനാവാനായിട്ട് ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മാതാപിതാക്കൾ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചില മാതാപിതാക്കളെ കണ്ണീരിനെ മറന്നുകൊണ്ട് ആ കുട്ടികൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വേദനയും എല്ലാം ഉണ്ടാവും. പക്ഷെ ആ സഹനത്തിലൂടെ വരുന്ന ഒരു സന്തോഷമോ പിന്നീട്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കാണുന്ന വലിയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ പ്രസ്ഥാനങ്ങളെ തച്ചുടയ്ക്കുവാനായിട്ട് ദൈവത്തിന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ദേവാലയം ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയവനാണ് സോളമൻ. പക്ഷെ ഈ കാലഘട്ടത്തിനിടയിൽ എത്രയോ പ്രാവശ്യം ഈ സോളമൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ ദേവാലയം, പ്രിയപ്പെട്ടവരെ, അത് തല്ലി തകർക്കപ്പെട്ടു. BC 10 ഇതുണ്ടാക്കുന്നത്. പക്ഷെ അതിനുശേഷം എത്രയോ പ്രാവശ്യം ഇത് തല്ലി തകർക്കും. ഇന്നവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഹോളി ലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സോളമൻ്റെ മണ്ഡപം ഇല്ലെങ്കിൽ ആ ടെമ്പിളിൻ്റെ സ്ഥാനത്ത് കല്ലുകൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ലോകത്തിലെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ബെസ്റ്റ് ടെമ്പിളാണ്, ബെസ്റ്റ് ദേവാലയമാണ് എന്ത്? ജെറുസലേമിലെ ദേവാലയം. പക്ഷേ ആ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം എടുത്തു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 2-ാമത്തെ വചനം പറയുകയാണ്. കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് പ്രവചിക്കുന്ന വായിച്ചു നോക്കിയേ. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നുണ്ടല്ലോ. എന്ത് കാണിച്ചുകൊണ്ടെന്നറിയാവോ? ജെറുസലേമിലെ ടെമ്പിളിനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള പീഠകളുണ്ട്, എല്ലാം ഉണ്ടെന്ന് നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തെ കാണിച്ചുകൊണ്ട് യേശു പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഹലോ ഉറക്കെ വായിച്ചേ. ഇവിടെ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ഇതൊരു ചെറിയ കാര്യമാണോ? എല്ലാ സ്വപ്നങ്ങളും തകർക്കപ്പെടും, എല്ലാ സന്തോഷങ്ങളും തകർക്കപ്പെടും. നീ ഇന്ന് എന്തിലാണോ പെരുമ കാണപ്പെടുന്നത് അതെല്ലാം നശിപ്പിക്കപ്പെടും. പക്ഷെ നീ എങ്ങനെ അതിനെ കാണുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സ്വപ്ന കൂടാരങ്ങൾ തകർക്കപ്പെടുമ്പോൾ ചിലർ പറയും, അച്ഛാ ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഒരു വിവാഹത്തിലോട്ട് കടന്നു വന്നത്, പക്ഷെ എല്ലാം തകർന്നച്ഛ, എൻ്റെ എല്ലാ സ്വപ്നം പോയച്ഛ. തകരൂന്നേ. അതാണ് ജീവിതം. അതിനെ മറ്റുള്ളവർ കാണുന്ന പോലെ കാണുവാനല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിശ്വാസമാക്കി ആദ്യം മാറ്റിയത്. സഹനത്തെ, ജീവിതത്തിലെ സഹനങ്ങളെ മറ്റൊരു വ്യക്തി കാണുന്ന പോലെ കാണുവാൻ വേണ്ടി അല്ല കർത്താവ് നമുക്ക് വിശ്വാസം ആദ്യം നൽകിയത്. വലുതേരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വേദനകളെ നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് കാണണം. നിങ്ങൾക്കറിയാം, ഈ നമ്മളുടെ വിശുദ്ധ ഡാമിയൻ, അദ്ദേഹം ബെൽജിയത്തിൽ ജനിച്ചിട്ട് അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ അവസാനം ഇവരെത്തിക്കുന്നത് മൊളോക്കയിലുള്ള കുഷ്ഠരോഗികൾ മാത്രം താമസിക്കുന്ന ഒരു അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കുഷ്ഠരോഗികൾക്ക് വേണ്ടി മാത്രമുള്ള ദ്വീപിലേക്കാണ് ഡാമിയനെ എത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഡാമിയന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കുഷ്ഠരോഗികളെ നോക്കിയിട്ട് അദ്ദേഹം ആദ്യമൊക്കെ മാറി നടക്കുമായിരുന്നു. ഒന്നും അവർ സംസാരിക്കത്തില്ല, അവരുടെ അടുത്ത് പോകത്തില്ല. എല്ലാം അദ്ദേഹത്തിന് ഈ
കോൺഗ്രിഗേഷൻ ഇല്ലെങ്കിൽ സഭ അദ്ദേഹത്തിന് വേണ്ടി അങ്ങോട്ട് അയക്കുന്ന തീരുമാനം എടുത്തപ്പോൾ അവരോട് പോലും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. പക്ഷേ ഡാമിയൻ്റെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഡാമിയൻ അദ്ദേഹം ആ കുഷ്ഠരോഗികളോടൊപ്പം പിന്നീടുള്ള 16 വർഷങ്ങൾ ആ മനുഷ്യൻ ജീവിക്കുക, ആ അച്ഛൻ ജീവിക്കുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ കുഷ്ഠം വരികയാണ്. ശരീരത്തിൽ മുഴുവൻ കുഷ്ഠം വന്നിട്ട് ഒരേ പാത്രത്തിൽ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗമുള്ള മറ്റു കുഷ്ഠരോഗികളുടെ അതേ പാത്രത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കത്തക്ക രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് മാറുകയാണ്. ഇന്ന് അദ്ദേഹം ഒരു വിശുദ്ധനാണ്, സഭയിലെ വിശുദ്ധനാണ്, വിശുദ്ധ ഡാമിയൻ ഒമൊളോക്കോ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധരെന്ന് പറയുന്നത് ഈ ലോകത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് 2 പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ ഒരുക്കുന്നത്. ഒന്ന്, വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്? കൂദാശകളിലൂടെ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്ന മേഖലയാണ് സഹനങ്ങളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കും. ജീവിതത്തിലെ സഹനങ്ങളിലൂടെ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും. നമുക്കറിയാം, ഞാനൊരിക്കൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പെങ്ങളുടെ കൂടെ ഞാനൊരു സ്വർണ്ണക്കടയിൽ പോയി. അപ്പോൾ അവൾക്ക് ഞാൻ ചുമ്മാ കൂടെ പോയതാണ്. അപ്പോൾ അന്ന് അവൾ ചെന്നപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഇതൊന്ന് മാറ്റി മേടിക്കണം. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? അവർ തീരുമാനം ചോദിച്ചു. അവൾ സ്വർണ്ണം എടുത്തിട്ട് മറ്റേ ആ വ്യാപാരി എടുത്ത് കൊടുത്തു. എന്നിട്ട് അവർ ചോദിച്ചു ഇത് മാറ്റി മേടിക്കാനുള്ളതാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇത് വിൽക്കാൻ പോകും. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ സ്വർണ്ണം എടുത്തുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് അവർ വേറൊരു സ്ഥലത്തോട്ട് ഒരു റൂമിൽ ചെന്നിട്ട് നല്ല തീയുണ്ട്. ഈ തീക്കകത്തേക്ക് പ്രിയപ്പെട്ടവരെ അന്ന് വരെ നല്ല ഷേപ്പ് ഉണ്ടായിരുന്ന മാലയും വളയും സാരിയും എല്ലാം എടുത്ത് ആ തീക്കകത്തോട്ട് അങ്ങ് ഇട്ടു. ഞാൻ ഞെട്ടിപ്പോയി. അന്ന് വരെ നല്ല ഷേപ്പ് ഉണ്ടായിരുന്ന ഈ സാധനത്തെ ആ തീക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു കരിക്കട്ടയായിട്ട് മാറി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നേ? അപ്പം അവർ പറയുകയാണ് യഥാർത്ഥ സ്വർണത്തെ തിരിച്ചറിയുക. യഥാർത്ഥ സ്വർണത്തെ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസത്തിൻ്റെ അളവ്, നമ്മുടെ ജീവിതത്തിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അളവ് സഹനത്തിലൂടെ, വേദനകളിലൂടെ കർത്താവ് ഇന്ന് അളന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, ജോബിൻ്റെ പുസ്തകത്തിൽ തന്നെ ഈ മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ മനുഷ്യന് ഒന്നിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ജോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവസാനത്തെ പുസ്തകത്തിൽ എത്തുമ്പോഴത്തേക്കും ഈ മനുഷ്യന് എല്ലാം ഇരട്ടിയായിട്ട് 3 ഇരട്ടി 4 ഇരട്ടിയായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക. ഭാര്യയെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ബാക്കിയുള്ള സമ്പത്ത് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സഹനത്തിലൂടെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ തോറ്റു പോകുന്നത് കർത്താവാണോ നീയാണോ? വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്രത്തോളം നമുക്ക് വേണ്ടി സഹിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ആ സഹനത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ ഈ യേശയ്യായുടെ പുസ്തകത്തെ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്. വചനം പറയുന്ന ഇപ്രകാരം, മത്തായിയുടെ സുവിശേഷം 26:56, മത്തായിയുടെ സുവിശേഷം 26:56 വചനം ഇപ്രകാരം പറയുകയാണ്. യേശയ്യായുടെ പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 56 എടുത്ത് നോക്കി. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത്. എന്താണ് പ്രവാചകന്മാർ യേശുക്രിസ്തുവിൻ്റെ സഹനത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്ത് നോക്കി. എന്താണ് പ്രവാചകന്മാർ യേശുക്രിസ്തു സഹിക്കേണ്ട വേദനയെക്കുറിച്ച് പറഞ്ഞത്? യേശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്ത് നോക്കി, 14 എടുത്ത് നോക്കി. അവനെ കണ്ടവർ അമ്പരന്നു പോയി. നോക്കിക്കേ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ തന്നെ യേശയ്യാ പ്രവാചകന് യേശുക്രിസ്തുവിന്റെ പീഡയെക്കുറിച്ച്, പീഡാസഹനത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്.
അവനെ കണ്ടവർ അമ്പരന്നു പോയി. ഒരു ചലച്ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വേദനയോ സഹനമൊന്നും അല്ല പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു സഹിച്ചത്. ഒരു വചനത്തിലൂടെ നമ്മൾ പറയുന്നത് അവനെ കണ്ടവർ അമ്പരന്നു പോയി. അമ്പരന്ന് പോവുക. അവനാണോ, യേശുവാണോ ഇന്നലെ അവരെ അത്ഭുതം പ്രവർത്തിച്ച, വെള്ളത്തിന് മീതെ നടന്ന, അപ്പം മൾട്ടിപ്ലൈ ചെയ്ത യേശുവാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനം അമ്പരന്ന് നിൽക്കുകയാണ്. ശരീരം മുഴുവനും വ്രണം, വിരൂപമാക്കപ്പെട്ട മുഖം, തലയിൽ മുൾമുടി. അച്ഛനൊന്നുകൂടെ നോക്കിയേ, അവന്റെ രൂപം കണ്ടവർ അമ്പരന്ന്, മനുഷ്യനെന്ന് തോന്നത്തക്ക വിധം അവൻ വിരൂപനായിരിക്കുന്നു. നോക്കിക്കേ, മനുഷ്യനെന്ന് തോന്നത്തക്ക വിധം അവൻ വിരൂപനായിരുന്നു. വിരൂപൻ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ചിത്രം കണ്ടിട്ടില്ലേ? ഡിവൈൻ മേഴ്സിയിലൊക്കെ ഉള്ളത് ചിത്രങ്ങളൊക്കെ അത് റിയൽ ഫേസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ അതൊക്കെ വികൃതമാക്കപ്പെട്ട രൂപത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ശരീരവും മുഖവും എല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് തോന്നത്തക്ക വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. നോക്കിക്കേ, അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. അത്രയേറെ വിരൂപമാക്കപ്പെട്ട രീതിയിലാണ് യേശു തൻ്റെ പീഡാസഹനത്തിൽ സഹിക്കുന്നത്. ഈ സഹനത്തെയാണ് പ്രവാചകന്മാര് നമുക്ക് കാണിച്ചു തരുന്നത്. യേശയ്യാ പ്രവാചകനോട് കാണിച്ചു തന്നത്. അപ്പൊ ഇതറിയാവുന്ന യേശുവാണ് ഇതിലേക്ക് അറിഞ്ഞുകൊണ്ട് വന്ന് കുരിശിൽ കയറുന്നത്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു എന്ന് നമ്മൾ പറയുമ്പോൾ താൻ വിരൂപനാക്കപ്പെടും, താൻ കുരിശിൽ തറയ്ക്കപ്പെടും, തൻ്റെ മുഖം ചിന്തപ്പെടും, തൻ്റെ മുഖത്ത് തുപ്പലുകൾ ഏൽക്കപ്പെടും, തൻ്റെ ശരീരത്തിൽ ചാട്ടവാറുകൾ അടിക്കപ്പെടും. ഇതെല്ലാം യേശുവിന് അറിയാം. താൻ എത്രത്തോളം ആഴത്തില് സഹിക്കേണ്ടി വരുമെന്ന് യേശുക്രിസ്തുവിന് അറിയാം. എന്നിട്ടും യേശു ആ സഹനത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ല, കർത്താവേ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഒരു 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 നിരാശയിലുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരി സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണമാണത്. പക്ഷേ അത്തരത്തിലൊരു ഒരു ദൈവം പുത്രൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പ്രാർത്ഥനയല്ലേ അത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഈ സഹനത്തിലൂടെ എല്ലാം കർത്താവ് കടന്നു പോകുമ്പോൾ, ഈ സഹനത്തിലൂടെയും വേദനയുടെ എല്ലാം കർത്താവ് കടന്നു പോകുമ്പോൾ കർത്താവ് കാണുന്നത് ഈ സഹനത്തെ അല്ല പ്രിയപ്പെട്ടവരെ, ആ സഹനത്തിലൂടെ രക്ഷിക്കപ്പെടേണ്ട ദൈവജനത്തെയാണ്, രക്ഷിക്കപ്പെടേണ്ട നമ്മളെ ഓരോരുത്തരും, തലമുറകളെ, ജീവിതങ്ങളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാം ദൈവസന്നിധിയിലേക്ക്. നമ്മുടെ സഹനങ്ങളുടെ ജീവിതങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൊമ്പരങ്ങളുണ്ട്. കർത്താവേ, ഞാനതിനെ എപ്രകാരമാണ് കാണുന്നത്? കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ എൻ്റെ കണ്ണീരുകൾ കർത്താവേ നീ കാണുന്നില്ലേ എന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, ഈ വേദന, ഈ സഹനം കർത്താവെ ഒന്ന് എടുത്ത് കളയണം. കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, ഈ സഹനത്തെ എല്ലാം അങ്ങ് കണ്ടതുപോലെ കാണുക. കർത്താവെ, എന്നെ നീ പഠിപ്പിക്കണമേ. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ. രണ്ട് കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് നമ്മുടെ വേദനകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സഹനത്തെ രണ്ട് തരത്തിൽ കാണാം, വേദനകളെ രണ്ട് തരത്തിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഈ സഹനത്തെ കാണിച്ചു തരുന്നത് ഒരു മുന്തിരിച്ചെടി
മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഉറക്കത് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാമത്തെ വചനം പറയുകയാണ്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഒരു വെട്ടി ഒരുക്കൽ. എന്താണ് അവിടെ നടക്കുന്നത്? ഒരു വെട്ടിയൊരുക്കൽ. ഈ വെട്ടിയൊരുക്കൽ ഉണ്ടായാൽ മാത്രമേ ഫലം ഉണ്ടാവത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വെട്ടിയൊരുക്കൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ കർത്താവ് ഒരു വെട്ടിയൊരുക്കൽ നടത്തും. പക്ഷേ അത് അധിക ഫലം പുറപ്പെടും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ ഒരു മുന്തിരിച്ചെടിയുണ്ട്. ഈ മുന്തിരിച്ചെടിക്ക് വെട്ടുവാനായിട്ട് കൃഷിക്കാലം വരുമ്പോൾ മുന്തിരിച്ചെടി പറയും എന്നെ വെട്ടണ്ട. അങ്ങനെ പറഞ്ഞാൽ ആ മുന്തിരിച്ചെടിക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ അതിൻ്റെ ഫലം കുറയും ആ വർഷം. പക്ഷെ അത് ആ മുന്തിരിച്ചെടിയെ വെട്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ അധിക ഫലം പുറപ്പെടുവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഓരോ സഹനവും. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. വിശുദ്ധ ലീമായിലെ റോസ് അവൾ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, കഷ്ടതയ്ക്ക് ശേഷം കൃപ പിന്തുടരുമെന്ന് എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലീമായ റോസ പറയാണ്, കഷ്ടതയ്ക്ക് ശേഷം കൃപ പിന്തുടരുന്നുവെന്ന് എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഷ്ടതയുടെ ഭാരമില്ലാതെ നാം കൃപയുടെ ഉന്നതയിൽ എത്തുകയില്ലെന്ന് എല്ലാവരും അറിയട്ടെ. കഷ്ടതയുടെ ഭാരമില്ലാതെ കൃപയുടെ ഉന്നതിയിൽ നാം എത്തുകയില്ല എന്ന് നാം അറിയണം. കഷ്ടതയുടെ ഭാരമുണ്ടെങ്കിൽ മാത്രമേ കൃപയിൽ വളരാൻ സാധിക്കുള്ളൂ എന്നാണ് വിശുദ്ധ ലീമ പറയുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഏത് ദൈവവിളി ക്രിസ്തീയമായിട്ടുള്ളൊരു വിളിയാണോ, എല്ലായിടത്തും അതിൻ്റെ വെല്ലുവിളികൾ, സഹനവും വേദനയുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു കല്യാണം കഴിച്ചു പോയ സന്തോഷമായിരിക്കുന്നു. നോ, അച്ഛനായപ്പോൾ മനസ്സിലായി കല്യാണം കഴിച്ചവർക്കും വേദനയുണ്ട്. കല്യാണം കഴിച്ചവർ പറയുന്നത് ഒരച്ഛനായാൽ മതിയായിരുന്നു എന്ന് പറയും. അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങളിപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഭർത്താവ് പറയും ഭാര്യ എനിക്ക് ഇന്ന് കാപ്പി ഉണ്ടാക്കി തന്നത് പ്രശ്നമാണ്, അവൾ ഉണ്ടാക്കി തന്ന കാപ്പിക്ക് കടുപ്പമില്ല. അതൊരു പരാതിയാണ്. നമുക്കെന്തോരം പരാതികളെ കുടുംബജീവിതത്തിൽ. അച്ഛനിങ്ങനെ ആരോടാ പരാതി പറയുക? അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാ ജീവിതത്തിലും, എല്ലാ ദൈവവിളികളിലും അതിൻ്റേതായിട്ടുള്ള സഹനവും വേദനയും നൊമ്പരവും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിലെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സഹനത്തെ പോസിറ്റീവായിട്ട് കാണുക എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ്, ശ്ലീഹാ പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, കൂടെ വായിച്ചു നോക്കിയേ, അവന് വേണ്ടി സഹിക്കുവാനുള്ള എന്താ ലഭിച്ചിരിക്കുന്നത്? അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മളൊക്കെ പറയും ഞാൻ ക്രിസ്ത്യാനി വിശ്വാസിയ, ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ സാധനം ഉണ്ടല്ലോ, അവന് വേണ്ടി സഹിക്കുവാനുള്ള അനുഗ്രഹം. ഇതൊരു ബ്ലെസ്സിങ്ങാണ്. കുടുംബജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഏത് മേഖലയിലും ആയിക്കോട്ടെ, ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളുള്ള വ്യക്തികളെ എനിക്കറിയാം. പക്ഷേ എല്ലായിടത്തും സഹിക്കുവാനുള്ള കൃപ കൂടി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ എന്ന് പറഞ്ഞാണ്, അച്ഛാ ഞാനിവിടെ 10-14 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു, മറ്റുള്ള എല്ലാവർക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടി, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. സഹനമാണ്. അദ്ദേഹം പക്ഷേ പരാതിയായിട്ടല്ല പറഞ്ഞത്, പക്ഷെ അദ്ദേഹം പറയാണ്, അച്ഛാ അങ്ങനെയാണെങ്കിലും ഞാൻ ദൈവ മഹത്വത്തിനായിട്ട് ഞാൻ ഈ ജോലി ചെയ്യും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കുവാൻ മാത്രമല്ല ദൈവം നമുക്ക് കൃപ നൽകിയത്. സഹനങ്ങളെ, വേദനകളെ പോസിറ്റീവായിട്ട് കണ്ട് അതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ കൂടെ നൽകിയിട്ടുണ്ടെന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങൾക്കറിയാം, പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യ 24-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഈ സഹോദരി രോഗശയ്യയിലാണ് കിടക്കുന്നത്. ഒത്തിരി ഒന്നും ഓടി നടന്ന് പ്രേക്ഷിത പ്രവർത്തനമൊന്നും ഈ സഹോദരി ചെയ്തിട്ടില്ല. എല്ലാ ചെയ്ത പ്രേക്ഷിത പ്രവൃത്തി കൂടുതലും ചെയ്തിരിക്കുന്നത് രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണ്. വിശുദ്ധ അൽഫോൻസാമയെ പോലെ തന്നെ രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണ്, ഈ വേദനയുടെ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രേക്ഷിത പ്രവൃത്തി ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും പ്രേക്ഷിത പ്രവൃത്തി? നിങ്ങൾ ചിന്തിച്ച് നോക്കി. നമ്മളിവിടെ കുറുതുറക്കായിട്ട് ഓടി നടക്കുവാൻ സാധിക്കുന്ന സമയത്ത് നമുക്ക് പ്രേക്ഷിത പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ കട്ടിലിൽ കിടന്നുകൊണ്ട്, വേദനയുടെ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ഈ സഹോദരി, ഈ സിസ്റ്റർ, കൊച്ചു സിസ്റ്റർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. നിങ്ങൾക്കറിയാം, ഹെൻറി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു കൊലയാളി. ആ കൊലയാളി മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് മാനസാന്തരമില്ല. പക്ഷേ ഈ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ കൊച്ചു ത്രേസ്യ കട്ടിലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ, മരിക്കുന്നതിനും, ഈ കൊലപാതകമായിട്ടുള്ള മനുഷ്യൻ മരിക്കുന്നതിന് മുൻപെങ്കിലും യേശുവേ എന്നൊന്ന് വിളിച്ചിട്ട് ഇദ്ദേഹം മരിക്കണം. അതിനുവേണ്ടി ഈ കട്ടിലിൽ കിടന്ന്, സഹനത്തിൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുകയാണ്, നോമ്പെടുക്കുകയാണ്, സഹിക്കുകയാണ്, ഉപവസിക്കുകയാണ്. അവസാനം ഈ മനുഷ്യനെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുന്ന അവസാന ദിവസമെത്തി. നോക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരമില്ല. അവസാനം ഇദ്ദേഹത്തിനെ എത്തിച്ച് അവസാനം ഇങ്ങനെ തൂക്കുകയറിനുള്ള ആ സ്ഥലത്തിൻ്റെ അവസാനം എത്താനാകുമ്പോൾ തൊട്ട് മുൻപ് കുരിശ് പിടിച്ചുകൊണ്ട് ഒരു വൈദികൻ നിൽക്കും. പണ്ടത്തെ കാലഘട്ട ഇങ്ങനെയുള്ള തൂക്കുകയറിന് വിധിക്കപ്പെട്ട വ്യക്തികൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലുള്ള അവസാനത്തെ സ്റ്റേജാണത്. അപ്പം ഒരു കുരിശ് പിടിച്ചുകൊണ്ട് ഒരു വൈദികൻ നിൽപ്പുണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ. അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് തൂക്കുമരമാണ്. ഈ ഗ്യാപ്പിൽ പ്രിയപ്പെട്ടവരെ, ഇതുവരെ മാനസാന്തരത്തിൻ്റെ ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത ഈ മനുഷ്യൻ, ഹെൻറി എന്ന് പറയുന്ന ഈ കൊലപാതകി, അദ്ദേഹം വരുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ കൊലക്കുറ്റത്തിന് വിധിച്ച് നിർത്തിയിരിക്കുമ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്തത് സഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സംഭവിച്ചെന്താണെന്ന് അറിയാവോ? അവസാനത്തെ നിമിഷത്തിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചാൽ അദ്ദേഹത്തും തൂക്കുമരത്തിൻ്റെ ആ സ്റ്റേജിലേക്ക് എത്തും. ഇവിടെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൈദികം പിടിച്ചിരിക്കുന്ന ഈ കുരിശിൽ അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് ചുംബിക്കുകയാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തൂക്കുമരത്തിൽ അവരെ തൂക്കിലേറ്റുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കിടന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ കൊച്ചു ത്രേസ്യ വിശുദ്ധിയായിട്ട് മാറിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട്, കർത്താവിൻ്റെ വേദനയോട് ചേർത്തുകൊണ്ട് നമുക്കിന്നത് സഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ഉത്തരം എന്താണെന്നറിയാവോ? അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് പല മാനസാന്തരങ്ങളും, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ സഹനത്തിലൂടെ നമ്മൾ ഇപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ വേദനയുണ്ടാവാം, നൊമ്പരം നമുക്കുണ്ടാവാം, സഹിക്കേണ്ട അവസ്ഥകളുണ്ടായിരിക്കാം. പക്ഷെ അതിലൂടെ ദൈവം ഇടപെടുന്ന ഒരു മേഖലയുണ്ട്. നിങ്ങൾക്കറിയാം, അഭയാർത്ഥികളുടെ വിശുദ്ധയായിട്ട്, ഇല്ലെങ്കിൽ പേട്ടനായിട്ട് അറിയപ്പെടുന്നതാണ് വിശുദ്ധ ജോസഫ് ബെക്കിത്ത. ഈ ബെക്കിത്തയുടെ ജീവിതത്തിലെ ഒരു അനുഭവമുണ്ട്. അവൾ സുഡാനിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് അടിമത്തത്തിലേക്ക് ജോസഫ് ബെക്കിത്തയെ പറഞ്ഞു വിട്ടു. ചെറുപ്പത്തിൽ തന്നെ അടിമത്തത്തിന് പറഞ്ഞു വിട്ടു. അവളെ പീഡിപ്പിച്ച് അടിമയാക്കി, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ, ഇങ്ങനെയുള്ള വ്യക്തികളെ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഇവളെയും പീഡിപ്പിച്ചു. അങ്ങനെ പീഡിപ്പിച്ച് അവസാനം ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവളെ ഒരു ഭൂ ഉടമയ്ക്ക് അവർ വിറ്റു. ഇങ്ങനെ ഒരു യുവതിയായിരിക്കുന്ന അവളെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി അവളെ അടിമയായിട്ട് തന്നെ വിലക്കെടുക്കും. പക്ഷേ അടിമയായിട്ട് വിലക്കെടുത്ത് ആ വീട്ടിൽ വെച്ചുകൊണ്ട് അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനായിട്ട് സാധിച്ചു. അവൾ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, ബെക്കിത്ത അവളുടെ അടുത്ത്, അപ്പൻ്റെ അടുത്ത് പറഞ്ഞ്, ഭൂവുടമയുടെ അടുത്ത് പറഞ്ഞ് അവൾ പറയുകയാണ്, എനിക്ക് മാമോദിസ സ്വീകരിക്കണം. അടിമയായിട്ടുള്ള ആ വ്യക്തിക്ക് അവർ മാമോദിസ കൊടുക്കുക. പിന്നീട് ജോസഫ് ബെക്കിത്ത ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. ജോസഫ് ബെക്കിത്ത ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: എന്നെ തട്ടിക്കൊണ്ടു പോയവരെയും എന്നെ പീഡിപ്പിച്ചവരെയും പോലും ഞാൻ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ
ഞാൻ മുട്ടുകുത്തി അവരുടെ കൈകളിൽ ചുംബിക്കുമായിരുന്നു. കാരണം ഇവ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ഒരു ക്രിസ്ത്യാനിയോ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയോ ആകുമായിരുന്നില്ല. ജീവിതത്തിൽ ഇവള് അടിമകൾ ഇല്ലെങ്കിൽ ഈ റെഫ്യൂജികളിൽ അങ്ങനെയുള്ള പാറ്റേണായിട്ട് അറിയപ്പെടുന്ന ജോസഫ്, അവൾ പറയുകയാണ്, ഇങ്ങനൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ യേശുവിനെ അറിയത്തില്ലായിരുന്നു എന്ന്. വളരെ നിർത്തി പറഞ്ഞ് ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനൊരു പദ്ധതി ഉണ്ടെന്നേ. അവൾ പറഞ്ഞ എന്താണെന്ന് ചിന്തിച്ചിരിക്കേ. അവൾ പറയുകയാണ്, ഞാൻ അവരെ കണ്ടിരുന്നെങ്കിൽ അവരുടെ കൈകൾ ഞാൻ ചുംബിക്കുമായിരുന്നു. കാരണം അവര് മൂലമാണ്, ഈ സഹനം മൂലമാണ്, ഈ വേദന മൂലമാണ്, ഈ തിരസ്കരണം മൂലമാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്, ഞാൻ മാമോസ സ്വീകരിച്ചത്. നമ്മൾ പാടാറില്ല, സഹനങ്ങൾ ഇന്ന് എനിക്ക്. പാട്ടൊക്കെ പാടാൻ നല്ല എടുപ്പാ. കുർബാനയ്ക്ക് നമ്മൾ പല പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമ്പം യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് അറിയാവോ? അതാണ് പ്രോസ്പെരിറ്റിയുടെ ഫിലോസഫി. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി, ചാർവക ഫിലോസഫി എന്നൊക്കെ പറയുന്നത്. സന്തോഷം നൽകാത്ത, സുഖം നൽകാത്ത എല്ലാത്തിനെയും നീ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. സഹനം വേണ്ട, വേദന വേണ്ട, ദുഃഖം വേണ്ട, അത് വേണ്ട. ഇതാണ് പിശാച് മരുഭൂമിയിൽ യേശുവിനും കൊടുത്ത് പരീക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ചാർവക ഫിലോസഫി, ഈ മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി, ഈ പ്രോസ്പെരിറ്റിയുടെ ഗോസ്പല്, അതിന് നമ്മൾ വിശ്വാസികൾ അടിമകളാവരുത്. നമ്മൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുരിശിൻ്റെ സഹനത്തിൻ്റെ ജീവിതമാണ്. അതിനെ ഈ നോമ്പ് കാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസത്തോട് സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഒരിക്കൽ ഗ്രീസിലുള്ള ഒരു ഐലൻഡ് സന്ദർശിക്കുക. അപ്പോൾ അവിടെ 4 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, പാപ്പാ, ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ഭാര്യ ക്രിസ്തീയ വിശ്വാസിയാണ്, എൻ്റെ കുഞ്ഞുങ്ങളും മാംസ മുക്കിയതാണ്, റെഫ്യൂജി സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥിയാണ്. സംഭവം ഇതാണ്, ഗ്രീസിലെ മാർപ്പാപ്പ എന്നപ്പോൾ അവിടെ കണ്ടത് ഈ അഭയാർത്ഥിയായിട്ടുള്ള വ്യക്തി ഇവരുടെ ജീവിതത്തിലേക്ക് സിറിയയിൽ വെച്ചിട്ട് ഈ മുസ്ലിം മറ്റ് ടെററിസ്റ്റുകൾ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്നു. എന്നിട്ട് ഈ കുടുംബത്തിലുള്ള വിശ്വാസിയായിട്ടുള്ള അമ്മയുടെ അടുത്ത് പറയുകയാണ്, വിശ്വാസിയായിട്ട് ക്രിസ്ത്യാനിയായിട്ടുള്ള അമ്മയുടെ അടുത്ത് പറയുകയാണ്, നീ നിൻ്റെ വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങളുടെ ദൈവത്തെ നീ ഏറ്റു പറയുക. അപ്പം അവൾ പറഞ്ഞു, നോ, ഞാനത് ചെയ്യത്തില്ല. അവളുണ്ടായിരുന്ന ഒരു കുരിശ് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൾ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ടെററിസ്റ്റ് വേറെ ഒന്നും ചിന്തിച്ചില്ല. ഉടനെ തന്നെ ഈ അമ്മയെ 4 കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവർ വെടിവെച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, 4 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഈ ഭർത്താവ് വന്നിട്ട് നിൽക്കുമ്പോൾ മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്, സഹനത്തിൻ്റെ ഏറ്റവും ഇക്കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കുഞ്ഞുങ്ങളും കുടുംബവും. വിശ്വാസത്തിന് വേണ്ടി സഹിക്കുക, വിശ്വാസിയായി സഹിക്കുക, പ്രാർത്ഥനാപൂർവ്വം അത് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിന് ഒരർത്ഥവുമില്ലെങ്കിൽ ഇന്ന് നമ്മൾ വണങ്ങുന്ന രക്തസാക്ഷികളെല്ലാം അവരവരുടെ ജീവിതത്തിൽ ഒരർത്ഥവും കാണാത്തവരായിരുന്നു. രക്തസാക്ഷികൾക്കെല്ലാം ജീവിതത്തിൽ ഒരവസരം ഉണ്ടായിരുന്നു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട്. പക്ഷെ അവരത് ചെയ്തില്ല. അവർ സഹനത്തെ അതിനേക്കാൾ ഉപരി തീക്ഷ്ണതാപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുകയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാൽ ഞാൻ നിങ്ങൾ, അടുത്ത വചനം വായിച്ചേക്ക്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ കീഴടക്കിയ
സഹനത്തെ ഇല്ലാതെയാക്കിയ, സഹനത്തെ വിജയിച്ച ഒരു 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 ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വത്തിക്കാനിലെ പൂന്തോട്ടത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി പണ്ട് ചെന്നു. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെയുള്ള കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിട്ട്, ധ്യാനത്തിൽ നിന്നിട്ട് അദ്ദേഹം പിന്നീട് എഴുതി വെച്ചിരിക്കുക, ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വന്തം കുരിശിന് സദൃശ്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതും മാനവ സമൂഹത്തിന് സമ്പൂർണ്ണ മോചനവും കൈവരുന്നത്. മഹാത്മാഗാന്ധി എഴുതി വച്ചിരിക്കുക, സ്വന്തം കുരിശിന് സദൃശ്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതും മാനവ സമൂഹത്തിന് സമ്പൂർണ്ണ മോചനവും കൈവരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മോശയുടെ ജീവിതം നമുക്കറിയാം. മോശ ജനലക്ഷങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രോമിസ്ഡ് ലാൻഡിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് ഈ മോശ ജനത്തെ കൊണ്ടുപോകുമ്പോൾ ജനം മുഴുവനും ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ജനം മുഴുവനും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഭക്ഷണമില്ല, തീറ്റയില്ല, കുടിയില്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതിനെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ജനം പുറകിൽ. പക്ഷേ മോശ ആശ്രയിക്കുന്നത് ദൈവത്തിൽ മാത്രമാണ്. അതിനിടയിൽ യുദ്ധങ്ങൾ, പല പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സ് 11. പ്രിയപ്പെട്ടവരെ, അമലോക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ മോശ എന്താണ് ചെയ്തതെന്ന് നമ്മളത് ചിന്തിച്ചു നോക്കിയേ. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വചനം ഉറക്കിയെന്ന് വായിച്ച എല്ലാവരും. മോശ പിടിച്ചപ്പോഴെല്ലാം വിജയിച്ചുകൊണ്ടിരുന്നു, താഴ്ത്തിയപ്പോൾ. പ്രിയപ്പെട്ടവരെ, 6 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനം പുറകില്, യുദ്ധത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന അമലോർക്കുള്ള പടയാളികൾ മുൻപിൽ. ഇതിനിടയിൽ ദൈവത്തിൻ്റെയും ഈ ജനത്തിൻ്റെയും ഇടയിൽ ഒരു മനുഷ്യൻ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാ. ഒരു യുദ്ധം എന്ന് പറയുന്നത് 5-10 മിനിറ്റ് നേരത്തെ പരിപാടിയല്ല. തൻ്റെ ശരീരം മുഴുവൻ താഴ്ന്നു പോകത്തക്ക രീതിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മോശ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം, സഹിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനത്തിന് വിജയം ലഭിച്ചു എന്നാണ് വചനം പറഞ്ഞത്. വചനം വായിച്ചു നോക്കിയേ, പുറപ്പാട് എക്സോഡസ് 17 വായിച്ചു നോക്കിയേ. വചനം പറയപ്പെടുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിപ്പിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ, നിന്റെ ശരീരത്തിന്റെ സഹനം, നിന്റെ മാനസികമായിട്ടുള്ള സഹനം, പലതരത്തിൽ നീ സഹിക്കുന്ന മേഖലകള്, അത് ജീവിതത്തില് വിജയം നൽകേണ്ട മേഖലയായിട്ട് മാറണമെങ്കിൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുക. മോശകരങ്ങൾ താഴ്ത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഇസ്രായേൽ ജനം തോക്കുകയാണ്. ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ, അത് ബന്ധനങ്ങളും ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ സഹനത്തെ നമ്മൾ കാണുന്ന വഴി മാറിപ്പോയതുകൊണ്ടാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, സഹിക്കുവാനുള്ള കൃപയെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയതാണ്. അത് മാനസാന്തരത്തിലേക്ക് നയിക്കും, മറ്റുള്ളവരുടെ സൗഖ്യത്തിലേക്ക് അത് നയിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസം അത് സഹനത്തിൻ്റെതാണ്. കുരിശില് സ്വന്തം മകൻ കുരിശിൽ കിടന്ന് പിടയുമ്പോഴും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരപ്പനാണ് ദൈവപുത്രൻ, ദൈവപിതാവ് നമുക്കുണ്ട്. ആ അപ്പൻ്റെ വേദന, ഹൃദയം നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഹൃദയവേദനയാണ്. 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം സഹിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. റോമാക്കർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന് 35 മുതലുള്ള വചനങ്ങൾ. റോമാക്കർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വചനങ്ങൾ കർത്താവ് ഇപ്രകാരം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്തുവാനായിട്ട് സാധിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ സഹിക്കുന്ന വേദനകൾ,
കർത്താവെ, ആ വേദനകൾ കർത്താവെ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കുവാനായിട്ട് കൃപ ഞങ്ങൾക്ക് തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 കണ്ണുകൾ അടച്ച് പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിലെ നൊമ്പരങ്ങള്, നിന്റെ വേദനകള്, നിന്റെ കണ്ണുനീരുകള് അത് കർത്താവ് കാണുന്നില്ല എന്നുള്ള പരാതി നിനക്കുണ്ടെങ്കിൽ കുരിശിൽ കിടന്ന ദൈവപുത്രനെ കണ്ടുകൊണ്ട് അത് ലോകരക്ഷയ്ക്കായിട്ട് ആ സഹനത്തെ മാറ്റിയവനാണ് ദൈവപിതാവ്. സ്വന്തം മകൻ പിടയുമ്പോഴും ആ സഹനത്തെ, വേദനയെ അത് നന്മയാക്കി മാറ്റാൻ കഴിഞ്ഞ ആ ദൈവപിതാവിനാണ് നീ വിശ്വസിക്കുന്നത്. ഈശോ, എന്റെ വേദന, എന്റെ കണ്ണുനീരി കർത്താവ് നീ കാണണമേ. കർത്താവെ, അത് വിശ്വാസത്തോടെ സ്വീകരിക്കാനുള്ള കൃപ നീ നൽകണമേ. കണ്ണുകൾ അടച്ച് ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എൻ മുഖത്തൊരു മുത്തം നൽകി, മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോ, സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോ, ആ വേദനയ്ക്കൊരു പേരു നൽകിയ അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുകയാണ്, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ അനവധിയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഈശോയെ, ഞാൻ വിനാശത്തിലാണോ ജീവിക്കുന്നത്, ജീവനിലാണോ ഞാൻ നടക്കുന്നത്? എനിക്ക് പഠിപ്പിച്ചു തരണമേ, പറഞ്ഞു തരണമേ. പ്രാർത്ഥിക്കുന്നു. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു, ആ നേരം ഈശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിന്നാനന്ദമാകും. നാളെ നിന്നാനന്ദമാകും. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി,
അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. രണ്ട് കരങ്ങൾ ദൈവസ്ഥലത്തേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇവിടെ റോമാക്കഴുകിയ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വചനം പറയുകയാണ്, 3-ാം വചനം പറയുകയാണ്, നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ വേദനകൾ കർത്താവെ പ്രത്യാശപൂർവ്വം കാണുവാനുള്ള, സ്വീകരിക്കാനുള്ള കൃപ തരണമേ. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശ നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ. സഹനത്തെ സ്വീകരിക്കാനുള്ള കൃപ തരയട്ടെ. വേദനകളെ പ്രത്യാശപൂർവ്വം കാണാനുള്ള കർത്താവിന്റെ തിരുരക്തം ഒഴുകട്ടെ. കർത്താവേ, വേദനയിലെ കർത്താവേ അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തം കർത്താവെ കഴുകണമേ. കർത്താവേ, വിശുദ്ധീകരിക്കണമേ. കർത്താവേ, നമ്പരങ്ങൾ എടുത്തു മാറ്റണമേ. കർത്താവേ, കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു യേശുവേ, 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 വേദനകളെ സമർപ്പിച്ച്, നൊമ്പരങ്ങളെ സമർപ്പിച്ച് യേശുവേ വിളിക്കുന്നു. യേശുവേ, കഴുകണമേ ഈശോ, കഴുകണമേ ഈശോ. വിശ്വാസങ്ങൾ നിറയ്ക്കണമേ കർത്താവ്, വിശ്വാസങ്ങൾ നിറയ്ക്കണമേ കർത്താവ്, വിശ്വാസങ്ങൾ നിറയ്ക്കണമേ കർത്താവ്. കരങ്ങളെ ഹൃദയത്തോട് ചേർച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇരിക്കാം. 1-2 പേരുടെ സാക്ഷ്യം നമ്മൾ പെട്ടെന്ന് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. കർത്താവിൽ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. സാക്ഷ്യങ്ങൾ ശ്രവിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം.